ആദ്യമായിട്ട് നമുക്കൊരു മൗന പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് ആരംഭിക്കാം. നടപടികൾ ആരംഭിക്കുകയാണ്. സ്വാഗതം പറയാനും പുസ്തകത്തെ പരിചയപ്പെടുത്താനുമായി ശ്രീ ശശി ശേഖറിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ചുരുങ്ങിയ വാക്കുകളിൽ മറ്റുള്ളവരൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പം നമുക്കറിയാം, തണൽക്കൂട്ടം സൊസൈറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് നമ്മൾ ഈ പൈതൃക സാക്ഷരതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു പൈതൃക കോൺഗ്രസ് നടത്തി. 2ാം പൈതൃക കോൺഗ്രസ് ഈ വരുന്ന ജനുവരിയിൽ നടത്തുകയാണ്. ഇത്തവണ അതിൻ്റെ ലക്ഷ്യം ഉത്തരവാദിത്വ പൈതൃകം എന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ പൈതൃകം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള ടാഗിലയിലാണ് അത് നടത്തുന്നത്. ഇന്ത്യയിൽ അത് സംബന്ധിച്ച 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഭേദഗതി വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പൈതൃക കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനി ധാരാളം പുസ്തകങ്ങളൊക്കെ പുറത്തു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഈ 1946 എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവൽ പുറത്തിറക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പൈതൃക കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ MG ശശിഭൂഷൺ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് അനൗപചാരികതകൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനും തണൽക്കൂട്ടത്തിൻ്റെ പൈതൃക പ്രസിദ്ധീകരണ വിഭാഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരിക്കുകയും 2 ദശാബ്ദം പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല വഹിച്ച അദ്ദേഹത്തിൻ്റെ ഉപദേശകനായും പ്രിൻസിപ്പൽ സെക്രട്ടറിയായും ചുമതല വഹിച്ച, അതുപോലെ കേരളത്തിലെ ഒരുപാട് രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും കയ്യൊപ്പമുണ്ട്. ശ്രീ TK നായർ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അധ്യാപകനും ചരിത്രകാരനുമായ, അതുപോലെ തന്നെ പൈതൃക ഗവേഷണത്തിൻ്റെ ഡയറക്ടർ ജനറലും കൂടിയായിട്ട് വിരമിച്ച TK ശങ്കരൻകുട്ടി സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചേറ്റൂർ ശങ്കരൻ നായർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും അധ്യാപകനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചരിത്രകാരനുമായ പ്രൊഫസർ രാജശേഖരൻ നായർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നഷ്ടനായിക എന്ന നോവലിലൂടെ എൻ്റെ പഴയകാല സഹപ്രവർത്തകനും ഒക്കെ ആയ വിനു അബ്രഹാമിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ജീൻ പോളിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് ചരിത്രകാരൻ പ്രതാപൻ കിഴക്കേമഠമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജീൻ പോൾ ഇവിടെ ഉണ്ട്. ശ്രീമതി അംബിക അമ്മ, ഗീതാ മാഡം, ഗീതാ സദാശിവൻ, സുദർശനം കാർത്തിയപ്പുട്ട്, അനിൽ ചേർത്തല തുടങ്ങി മുഴുവൻ, ശ്രീമൻ ടെഡ്, അങ്ങനെ ഒത്തിരി പേരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിൽ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ പുസ്തകം കൂടി അവതരിപ്പിച്ചിട്ട് എൻ്റെ കടമയെന്ന് പിൻവാങ്ങുകയാണ്. ബാക്കി കൂടി പറഞ്ഞുകൊള്ളും. 1946 എന്ന് പറയുന്ന ഈ നോവൽ, ഇംഗ്ലീഷ് നോവൽ 3 പതിറ്റാണ്ട് കാലത്തെ ഒരു പരിശ്രമത്തിൻ്റെ തുടർച്ചയായിട്ട് ഇറങ്ങിയൊരു നോവലാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു നോവൽ പുറത്തിറക്കുന്നതല്ല. ജീൻ പോളിന് പുന്നപ്രവേലാർ സമരത്തോടും അതിൻ്റെ പശ്ചാത്തലത്തോടും വല്ലാത്തൊരു അഭിനിവേശമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വദേശം കൊല്ലമാണ്, വലിയ ദൂരമില്ല. കൊല്ലത്തോടെയൊക്കെയാണ് ഈ ആർമി ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ആ സമരങ്ങളോട് വലിയൊരു അഭിനിവേശം ഉണ്ടാവുകയും ആ സമരത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം, അദ്ദേഹം ശരിക്കും ഒരു സിനിമ എന്നുള്ള സങ്കല്പത്തിലാണ് അദ്ദേഹം അതിൻ്റെ തുടക്കം ഒക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ എത്തുകയും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഇനിയിപ്പോൾ അവരാരുമില്ല, എല്ലാവരും അവസാന രക്തസാക്ഷി വരെ നേരിൽ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ആ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായി വെടിയേറ്റ് വീഴുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത, അതിനുശേഷം സർവൈവ് ചെയ്ത, കൊല്ലപ്പെട്ടു എന്ന് കരുതുകയും പക്ഷേ എന്നാൽ രക്ഷപ്പെടുകയും ചെയ്ത ഒത്തിരി ജീവിതങ്ങൾ അദ്ദേഹം നേരിക്കണ്ട. അവരിൽ നിന്ന് കേട്ട കഥകളും അവരിൽ നിന്ന് കേട്ട വസ്തുതകളും പറക്കി അടുക്കിയാണ് അദ്ദേഹം ഈ നോവല് എഴുതുന്നത്. പക്ഷേ പുന്നപ്ര വയലാർ സമരമാണ് ഇതിൻ്റെ പശ്ചാത്തലം. പുന്നപ്ര വയലാർ സമരം ഇപ്പം മാർത്താണ്ഡവർമ്മ നോവലിൽ മാർത്താണ്ഡവർമ്മ ഒരു കഥാപാത്രം മാത്രമായി വരുന്നത് പോലെ, ഒരു പശ്ചാത്തലം മാത്രമായി വരുന്നത് പോലെ, പുന്നപ്ര വയലാർ സമരം ഒരു പശ്ചാത്തലം മാത്രമാണ് ഈ നോവലിൽ. ഇതൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. കാലഘട്ടത്തിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങും, റഷ്യയിൽ പോലും ആളുകൾ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് നമ്മുടെ തിരുവിതാംകൂർ പോലെയുള്ള ചെറിയൊരു രാജ്യത്ത് നമ്മൾ പറയും നമുക്ക് നെല്ലുണ്ട്, നാഞ്ചിനാടുണ്ടെന്നൊക്കെ പറയെങ്കിലും ഇവിടെ ഒന്നുമില്ല. ചാള പോയി ഒന്നും കിട്ടാനില്ലാത്ത, അരി പോലും കിട്ടാനില്ലാത്ത മരിച്ചിനി മാത്രം മുഖ്യ വിഭവമായി ആളുകൾ കഴിച്ചിരുന്ന ഒരു വലിയൊരു കാലഘട്ടത്തിൽ ദാരിദ്ര്യം,
അവരുടെ കഷ്ടപ്പാട്, ദാരിദ്ര്യം, വിഷമം, എന്തെങ്കിലും ഇതിൽ നിന്ന് മോചനം നേടാമെന്നുള്ള പ്രതീക്ഷ, ഇതിൽ നിന്നൊക്കെയാണ് ആളുകൾ ഒരു വലിയ സമരരംഗത്തേക്ക് എടുത്തു ചാടുന്നത്. പക്ഷേ എടുത്തു ചാടുന്നതിൽ സാധാരണക്കാരുണ്ടായിരുന്നു, അവർ നല്ലപോലെ ചരിത്രം വായിക്കുന്നവരുണ്ടായിരുന്നു, ചരിത്രം അറിയുന്നവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഓർമ്മകൾ പറക്കി അടുക്കിയിട്ടാണ് ഈ നോവൽ രൂപകൽപ്പന ചെയ്യുന്നത്. അത് പുന്നപ്ര വയലാറിൽ തുടങ്ങുന്നത്. പുന്നപ്ര വയലാർ സമരത്തിന് മുമ്പ് തന്നെ ആരംഭിക്കുകയും സർ സി പിയുടെ പലായനം കഴിഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം നടക്കുന്ന കിടങ്ങാമ്പറമ്പ് മൈതാനത്തിൽ ഒരു വശത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും മറുവശത്ത് ഒരു ഫേക്കാണെന്നും വാദിക്കുന്ന രണ്ടു കൂട്ടം വിഭാഗക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ നോവൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ നോവൽ ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ, ഇപ്പം നമുക്ക് ചോദിക്കാം പുന്നപ്ര വയലാർ, വൈക്കം മുഹമ്മദ് ബഷീർ, അതാണ് പറയുന്നൊരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, NC ശേഖർ, EMS നമ്പൂതിരിപ്പാട്, CP രാമസ്വാമിയാർ, KCS മണി, ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്തതും ആയ ധാരാളം അതിൻ്റെ നായകരായിരുന്ന KV പത്രോസ്, അതുപോലെ തന്നെ എല്ലാവരും, ഈ ബെൻസാറ്, അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. ഒരു സ്ത്രീപക്ഷ നോവലായിട്ടാണ് ജീൻ, ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടം സ്ത്രീകളുടെ കണ്ണിലൂടെ, കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം ഈ നോവൽ കൊണ്ടുപോകുന്നത്. ഈ സമരത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് അദ്ദേഹം സ്ത്രീകളെ സങ്കല്പിക്കുന്നു, വായിക്കാനറിയുന്ന സ്ത്രീകളെ, ത്യാഗികളായ സ്ത്രീകളെ അദ്ദേഹം ഈ നോവലിൻ്റെ മുന്നണി പടയാളികളായിട്ട് സങ്കല്പിക്കുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു കണക്കെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ് ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ കണക്കെടുത്ത് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്കം, അതിൽ നിന്ന് എന്താണ് സാധിച്ചത്, അതുമെല്ലാം കഴിഞ്ഞിട്ട് അത് ബാക്കി വയ്ക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. ഇപ്പം സ്ത്രീ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന കേരളത്തിൽ നിന്ന് ഏത് സ്ത്രീയാണ് ഒരു എക്സിക്യൂട്ടീവ് പദവിയിലോട്ട് ഉയർന്ന് ഒരു കേരളത്തിന് ഒരു മാതൃകയായി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ നേതാവ്, ഒരു ഭരണാധികാരി? ഉത്തരേന്ത്യ കൊടുത്തു, നമ്മൾ കളിയാക്കുന്ന ഉത്തരേന്ത്യ കൊടുത്തു, നാഴിക നാന്നൂറോട്ടം കളിയാക്കുന്ന തമിഴ്നാട്ടിൽ ജയലളിത ഉണ്ടായി, അവിടെ ഒരു മായാവതി ഉണ്ടായി, ബീഹാറിൽ റാബ്രി ദേവി പോലും ഉണ്ടായി. പക്ഷേ കേരളത്തിൽ നിന്ന് നമുക്ക് ഉയർത്തി കാണിക്കാൻ ഒരു സ്ത്രീ, ഒരു നേതാവുണ്ടോ എന്ന ചോദ്യത്തിന് ജീനത് പുസ്തകത്തിൽ കൂടി ചോദിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ വരികൾക്കിടയിലൂടെ നമുക്കത് വായിക്കാം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇന്ത്യയിലെ, കേരളത്തിലെ അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം, ദാരിദ്ര്യത്തിൻ്റെ, ആളുകളുടെ പ്രതീക്ഷയുടെ, അങ്ങനെ ഒരുപാട് ദിവാൻ ഭരണത്തിൻ്റെ, രാജഭരണത്തിൻ്റെ, പുള്ളി ഏറ്റവും ഈ നോവലിൻ്റെ ഒരു ഇത് ആരെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ചരിത്രത്തിൽ പ്രതിനായകന്മാരില്ല, കാലഘട്ടവും സാഹചര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്ന ഒരു കണ്ടെത്തലാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം. അങ്ങനെ അതിമനോഹരമായ ക്രാഫ്റ്റാണ്. അതിമനോഹരമായ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷ, ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും ലളിതമായ ഇംഗ്ലീഷാണ്. അതിൽ മലയാളം പദങ്ങൾ, വാരികുന്തമായാലും കത്തുവാളായാലും അങ്ങനെ മരിച്ചിനി ആയാലും ഒക്കെ. ഇപ്പോൾ മരിച്ചിനിയുടെ കഥ പറയുമ്പോൾ വിശാഖം തിരുനാൾ അദ്ദേഹം സ്മരിക്കുന്നുണ്ട്, എങ്ങനെ ഇവിടെ മരിച്ചിനു. അങ്ങനെ ഈ പലയിടത്തും ഈ കഥ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന്. അതുപോലെ അദ്ദേഹം പുന്നപ്ര വയലാർ സമരം കഴിഞ്ഞുള്ള ആലപ്പുഴയിലെ നമ്മുടെ ബോട്ട് ജെട്ടിയുടെ ഒരു വർണ്ണന കൊടുക്കുന്നുണ്ട്. അവിടുത്തെ വിൽപ്പനയുടെ ഒരു ചിത്രം, ബ്രൈബറിയുടെ ചിത്രം. ഒരു ബോട്ടിൽ കയറാൻ നമ്മൾ പോലീസുകാരന് ബ്രൈബറി കൊടുക്കേണ്ടി വരുന്ന അന്നത്തെ കാലഘട്ടത്തിൻ്റെ ചിത്രം. അതുപോലെ തന്നെ ഈ പല പോലീസുകാരും പട്ടാളക്കാരും ആളുകളുടെ നേരെ നിറയൊഴിച്ചത് ആളുകളോടുള്ള ശത്രുത കൊണ്ടല്ല, പ്രൊമോഷൻ, ഭാവി ജീവിതം ഭദ്രമാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ടാണ് അവർ. അങ്ങനെ വളരെ രസകരമായി സാമൂഹിക ജീവിതത്തിൻ്റെ അന്നത്തെ സ്പന്ദനങ്ങളെ അദ്ദേഹം വളരെ മനോഹരമായി, വളരെ എന്താ പറയാൻ, ഒരു ചിത്രത്തിലെന്ന പോലെ, ഫോട്ടോഗ്രാഫിലെന്ന പോലെ അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ വായനാനുഭവം തരുന്നതാണ്. അദ്ദേഹം ഒരിടത്ത് പറയുന്നൊരു കാര്യം, കാറ്റിനെ കഥാപാത്രമായിട്ട് പറയുന്നുണ്ട്. കാറ്റ് ഒരു ഒബ്സഷൻ പോലെ അദ്ദേഹം പറയുന്നുണ്ട്. കാറ്റ് എന്ന് പറയുന്നത്, കാറ്റിനെ ആരും കെയർ ചെയ്യേണ്ട കാര്യമില്ല. കാറ്റ് സ്വതന്ത്രമായി വിഹരിക്കുന്നു. കാറ്റിന് ആരുടെയും സ്നേഹം ആവശ്യമില്ല, ആരുടെയും കരുതൽ ആവശ്യമില്ല. ഇങ്ങനെ കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്രമമില്ലാതെ കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിശ്രമമില്ലാതെ വിപ്ലവകാരികൾ ആരുടെയും കരുതൽ ആവശ്യമില്ലാതെ, ആരുടെയും പരിഗണനകൾ ആവശ്യമില്ലാതെ, ഒരു പദവികളുടെ ചിഹ്നങ്ങളും ആവശ്യമില്ലാതെ വിപ്ലവകാരികൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു. അപ്പോൾ ഏറ്റവും ഒടുവിൽ കൺക്ലൂഡ് ചെയ്യുന്നിടത്ത് ഒരുപക്ഷെ സാങ്കല്പികമായിരിക്കാം, KV പത്രോസും
CP രാമസ്വാമിയായിരുന്നു നമ്മളൊരു സംഭാഷണം അദ്ദേഹം പറയുന്നുണ്ട്. CP രാമസ്വാമിയാർ KV പത്രോസിനോട് ചോദിക്കുന്ന തരത്തിലാണ് അത് എൻഡ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് നേടി വിപ്ലവത്തിലൂടെ? അപ്പം KV പത്രോസ് പറയുന്നു, ഈ പരാജയപ്പെട്ടത് വിപ്ലവമല്ല, നിങ്ങൾ അടിച്ചമർത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞങ്ങൾ ധീരരായി അതിൻ്റെ മുമ്പിൽ പൊരുതി നിന്നു. അപ്പോൾ ഞങ്ങൾ വിജയിച്ചത് അന്തിമമായ വിജയം ഞങ്ങൾക്കാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരക്കാരനായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ഒരു ദിവാൻ പദവി ഉപേക്ഷിച്ചിട്ട് അധികാരത്തിൻ്റെ പുറകെ പോയ CP രാമസ്വാമി അയ്യരെയും വാരിക്കുന്തത്തിന് മുമ്പിൽ നെഞ്ച് വീഴ്ച കാട്ടിയ വിപ്ലവകാരികളെയും സാദൃശ്യപ്പെടുത്തരുത്, താരതമ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ നോവൽ അവസാനിപ്പിക്കുകയാണ്. വളരെ മനോഹരമായ വായനാനുഭവം തരുന്ന മലയാളത്തിലെ അപൂർവമായ ഒരു നോവലാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നൊരു നോവലാണ്. അതിൻ്റെ ധന്യമായ പ്രകാശന വേളയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇവിടെ മറ്റുള്ളവർ സംസാരിക്കും. താങ്ക് യു. പ്രകാശനത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാമില്ലേ? പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് ആദരണീയനായ TK നായർ സാറിനെ പ്രതാപ് കിഴക്കേ മഠമാണ്. പ്രതാപൻ മുമ്പോട്ട് വരണം. ഇവിടെ ഇരിക്കുന്ന വലിയ മഹാന്മാരായ ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും, ഡോക്ടർ ശശിഭൂഷൺ, പിന്നെ ശങ്കരൻകുട്ടി, രാജശേഖരൻ നായർ, ഇവരൊക്കെ ചരിത്രകാരന്മാരാണ്, സാഹിത്യകാരന്മാരാണ്. ഞാനിത് രണ്ടുമല്ല. ഒരു പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ചരിത്രം പഠിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതിൽ സത്യം പറയണമല്ല, അത് കാരണം പറഞ്ഞതാണ്. പരീക്ഷ പാസ്സാകുന്നതിന് നന്നായിട്ട് ഉപയോഗിച്ചു, അതിൻ്റെ ഫലമുണ്ടായി. അത് കാരണം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരവും ലഭിച്ചു. വളരെ വളരെ സന്തോഷം. ഈ 1946 എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കുറച്ച് നാളുകൾ ഞാൻ വായിച്ചു നോക്കി. എനിക്ക് ആ പുസ്തകത്തിൽ ഓവറോളായിട്ട് തോന്നിയത്, പണ്ട് കാലത്ത് ഇവിടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു ഇല്ലേ, തോപ്പിൽ ഭാസിൽ. ഞാൻ കോളേജിലോ സ്കൂളിലോ കോളേജിലോ ആണെന്ന് എനിക്ക് അറിയില്ല. അന്ന് ഈ നാടകം കാണാൻ പോയി. അത് വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒരു എന്താ പറയുക നട്ട കേൾക്കാത്ത കള്ളം പറഞ്ഞിട്ടാണ് പോയത്. ഈ നാടകത്തിന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ആ നാടകം കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഭാവം ഇന്നും എന്നെ വിട്ടുമാറിയിട്ടില്ല. അത്ര എന്താ പറയുക, ഒരു മനുഷ്യനെ ആ കാലത്ത് ചെറുപ്പക്കാരെ പിടിച്ചു കുലുക്കത്തക്ക രീതിയിലുള്ള ഒരു നാടകമായിരുന്നു അത്. ഞാനിപ്പോൾ പറയാൻ കാരണം, സാഹിത്യകൃതികൾക്ക് നാടകമായാലും കവിതയായാലും അതുപോലെ തന്നെ നോവലുകളായാലും മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിനും മനുഷ്യൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിലും വളരെ പ്രധാനമായ ഒരു പങ്കാണുള്ളത്. പലപ്പോഴും നമ്മളത് മറന്നു പോകും. പക്ഷേ ഒരു സേയിങ് ഉണ്ടല്ലോ, യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും യു ആർ വാട്ട് യു റീഡ് എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. കാര്യം നമ്മൾ പലരുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റെങ്കിലും തരത്തിൽ വായനാശീലത്തിന് പ്രാധാന്യം കൊടുത്ത് അവരുടെ വായനയിലൂടി വളർന്നവരാണ്. അതിന് ഒരു സംശയമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. കേരള ജനത എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ നിലയിലുള്ള വളർച്ച, അത് സാമ്പത്തിക വളർച്ചയും സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെയുള്ള വളർച്ചയ്ക്ക് കാരണം കേരളീയരുടെ വിദ്യാഭ്യാസമാണെന്നുള്ളത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് ഒരു പാഠപുസ്തകമായിട്ട് ഒരു പക്ഷേ വന്നില്ലായിരിക്കാം. പക്ഷേ മലയാളം അറിയാവുന്ന എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നും പരിഭാഷ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് ഒരുപാട് വായിച്ചിട്ടുള്ളത്. ഒരു 15-16 വയസ്സ് വരെ അന്ന് വരെ ഉണ്ടായിട്ടുള്ള ലോകപ്രസിദ്ധമായ സാഹിത്യ ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ വായിക്കുന്നതിനുള്ള അവസരം
എനിക്കുണ്ടായി. എൻ്റെ ഒരു ലൈബ്രറിയനായിരുന്ന രാമൻപിള്ള സാറിൻ്റെ സഹായത്താൽ സുബ്രഹ്മണ്യ വിലാസം വായനശാല എന്ന് പറഞ്ഞ ഒരു ചെറിയ വായനശാല ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നത് രാമൻപിള്ള സാറിന് 10-15 രൂപ ഗ്രാൻഡ് കിട്ടുമായിരുന്നു. ബാക്കി പുസ്തകങ്ങൾ എന്നെ അദ്ദേഹം പിടിച്ചു നിർത്താൻ കാരണം എൻ്റെ കൈയക്ഷരം ഒരുമാതിരി വായിക്കാൻ പറ്റുന്നതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ പുതിയ പുസ്തകങ്ങൾ വരുന്നതിൻ്റെ ലിസ്റ്റ് എഴുതുക, ആ പണിക്കാണ് എന്നെ അവിടെ വെച്ചത്, കാലത്തും വൈകിട്ടും, കൂടുതൽ വൈകുന്നേര സമയത്ത്. അതിന് പ്രതിഫലമായി തന്നത് ഏറ്റവും പുത്തനായി വരുന്ന പുസ്തകങ്ങൾ എനിക്ക് വായിക്കാനായിട്ട് തരും. അങ്ങനെയാണ് നമ്മളിലൊരു വായനശീലം ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പല പ്രത്യേകിച്ച് ഫ്രഞ്ച് വിക്ടർ ഹ്യൂഗോ, അതുപോലെ തന്നെ വേറെ ഒരിക്കലും നമ്മൾ മറക്കാത്ത കഥാപാത്രങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചുമൊക്കെ നോവൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ നോവലുകൾ, അത് ഡോസ്റ്റോയെവ്സ്കിയുടെ ആയാലും ടോൾസ്റ്റോയിയുടെ ആയാലും ഒക്കെ വായിക്കാനുള്ള അവസരം ചെറുപ്പകാലത്ത് ലഭിച്ചാൽ തീർച്ചയായും അത് നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ വളരെയധികം അതിനുള്ള സ്ഥാനമുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ നോവൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ആ നോവലിൻ്റെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ശരിക്കും മലയാളത്തിൽ. അത് ഈ പുന്നപ്ര വയലാർ സമരം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ പല വശങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് അതിൻ്റെ മാനുഷികമായ വശങ്ങളെക്കുറിച്ചും വളരെ വളരെ സുന്ദരമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചാൽ ചില അവസരങ്ങളിൽ നമുക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നും. സർ CP രാമസ്വാമിയുടെ നേതൃത്വത്തിൽ നടന്ന എന്താ പറയുക കയ്യാങ്കളികൾ, അല്ലെങ്കിൽ അതിൽ നടന്ന സംഭവങ്ങളൊക്കെ വായിച്ചാൽ വാസ്തവത്തിൽ അങ്ങനെ നടക്കുമോ, അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ള മനുഷ്യർ അങ്ങനെ ചെയ്യാനുള്ള മനുഷ്യരുണ്ടോ എന്ന് തോന്നിപ്പോവും. പക്ഷേ അതുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഗാസയിലും അതുപോലെ തന്നെ യുക്രൈനും റഷ്യയുമായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിലും പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. പക്ഷേ എല്ലാം ആളുകളത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഈ നമ്മൾ സാമ്രാജ്യത്തിനോ ഇതിനൊക്കെ എതിരായിട്ട് സംസാരിക്കും. പക്ഷേ കാര്യത്തിലെടുക്കുമ്പോഴെന്താണ് മൈറ്റ് ഈസ് റൈറ്റ്, അതാണ് നമ്മൾ കാണുക. അത് ഒരു സമൂഹത്തിൽ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. സ്ത്രീകളോടുള്ള പെരുമാറ്റം ഒക്കെ വിശ്വസിക്കാൻ വയ്യാത്ത കാര്യത്തിലുള്ള കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാലാകാലങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് നമ്മളിലുള്ള നല്ല മനുഷ്യനെ, എല്ലാവരിലും ഒരു നല്ലവനും ചീത്തയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതിൽ നമ്മളിലുള്ള എല്ലാവരിലുമുള്ള നന്മയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് പുസ്തകങ്ങളുണ്ടാവാം. ഈയിടയ്ക്കല്ല, ഇന്നലെയും അതിൻ്റെ ഒരു പതിപ്പല്ല ഒരു സ്റ്റേജ് കാണാനിടയായി. പത്തനാപുരത്തുള്ള ഗാന്ധി ഭവൻ, അവർ ഗാന്ധി എന്ന് പറഞ്ഞൊരു നാടകം ഇപ്പോൾ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോമരാജൻ്റെ. അത് ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഞാൻ ആ സോമരാജൻ്റെ ഗാന്ധി ഭവനിലെ ഒരു സ്ഥിരം സന്ദർശകനാണ്. അപ്പോൾ ഇന്നലെ അതിൻ്റെ രണ്ടാമത്തെ ആവിഷ്കാരമല്ല, രണ്ടാമത് സ്റ്റേജ് ചെയ്തു. തിരുവനന്തപുരത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മാർ യോഹന്നാനീസ് കോളേജിലെ കുട്ടികൾ മുഴുവനുണ്ടായിരുന്നു. മാർ യോഹന്നാനീസ് കോളേജിലെ ബിഷപ്പും പിന്നെ നമ്മളുടെ എന്താ പറയുക ഫാൽക്കെ അവാർഡ് വിന്നർ അദ്ദേഹവും സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ പറയാൻ വന്ന കാരണം പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നാടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിലുള്ള എന്താ പറയുക മനുഷ്യത്വത്തെ ഉണർത്തുന്നതിനും നമ്മളിലുള്ള നല്ലവരെ ഉണർത്തുന്നതിനും ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഉത്തേജനം കിട്ടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുക. എനിക്ക് മലയാള വാക്കുകൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം ഞാൻ പറയുന്നതിൻ്റെ
ഭാഷാ ഭംഗി ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും. പക്ഷേ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. ആ പുസ്തകങ്ങളിലൂടെ നമ്മളെ അറിവ് നേടുക എന്ന് മാത്രമല്ല, അറിവ് എന്ന് വെച്ചാൽ യു ക്യാൻ കളക്ട് ഇൻഫർമേഷൻ ദറ്റ് മനുഷ്യത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ പുസ്തകം വളരെയധികം, ഇത് മലയാളത്തിലുണ്ടെന്ന് തോന്നുന്നല്ലേ? മലയാളത്തിലുണ്ടല്ലോ. ഇത് ഇംഗ്ലീഷിലുള്ള അല്ല മാത്രമാണല്ലോ. ഇതിൻ്റെ മലയാളം തർജ്ജിമ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അതുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും കേരളത്തിൽ കൂടുതൽ അതിൻ്റെ പ്രചാരം സിദ്ധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ പിന്നെ സാമൂഹിക അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ സാമൂഹിക ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുക. ഈ പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിന് നമ്മളുടെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനും അതുപോലെ തന്നെ പുസ്തകം പുറത്തു കൊണ്ടുവന്നവർക്കും എല്ലാം അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ മലയാളം പതിപ്പുണ്ടാവട്ടെ, മലയാളം പതിപ്പ് വായിക്കുന്നതിനുള്ള അവസരം കൂടുതൽ മലയാളികൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ പ്രസിദ്ധരായ ചരിത്രകാരന്മാരുണ്ട്. ഈ പുസ്തകത്തിലെ തീമിനെ അല്ലെങ്കിൽ അതിനെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കും. അത് കേൾക്കാം. പുന്നപ്ര വയലാർ സമരമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്, അല്ല അതിൻ്റെ തീവ്രത എത്രമായിരുന്നു എന്ന് ചരിത്രമായിട്ട് വലിയ ബന്ധമില്ലാത്തവർക്കും ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കും. അപ്പോൾ ശശി ഭൂഷൺ സാറും നമ്മളുടെ ശങ്കരൻകുട്ടിയും രാജശേഖരനാരും ഒക്കെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മളെ പുസ്തകം ആസ്വദിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ 3 കൊല്ലം ചരിത്രം പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു ജോലി കിട്ടി. ആ ജോലിയുടെ കെയർ ഓഫിൽ റിട്ടയർ ചെയ്തതിന് ശേഷവും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് സാധിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഇവരെ പോലെയുള്ള വലിയ ചരിത്രകാരന്മാരുടെയും മറ്റും വാക്കുകൾ കേൾക്കുക, പറയുന്നത് കേൾക്കുക എന്നൊക്കെയുള്ളത് വളരെ ഒരു ഭാഗ്യമാണ്. അതിനുവേണ്ടി ഞാൻ ചരിത്രത്തോടെ എനിക്കുള്ള സന്തോഷവും കൃതജ്ഞതയും എല്ലാം രേഖപ്പെടുത്തുന്നു. നമസ്കാരം. പുസ്തകം ഒരിക്കൽ കൂടെ നമ്മൾ വില കൊടുത്ത് വാങ്ങി അതിനെ വായിക്കണമെന്ന എനിക്ക് അഭ്യർത്ഥനയുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ NG ശശിഭൂഷൺ സാർ, ബഹുമാനപ്പെട്ട TK നായർ സാർ, വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, പുസ്തകം ഏറ്റുവാങ്ങിയ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതാപ് കിഴക്കേമഠം, ഇന്നത്തെ നമ്മുടെ ഈ സായാഹ്നത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ ജീൻ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹൃദയരെ എൻ്റെ സ്നേഹം. ഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മജി വെടിയേറ്റ് വീണ മുഹൂർത്തം, വർഗീയ ഭീകരതയുടെ ഇരയായിട്ട് വെടിയേറ്റ് വീണ ആ മുഹൂർത്തം ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നിമിഷമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. പക്ഷേ ആ ഒരു നിമിഷം, ആ മൂർത്തമായൊരു നിമിഷത്തെപ്പറ്റി അത് ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുമ്പോൾ എത്രയെത്ര രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. ആ ഒരു ജനക്കൂട്ടത്തിന് മുമ്പിലാണ്, ഒരു സാമാന്യം നല്ലൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചാണത് സംഭവിക്കുന്നത്. പക്ഷേ ആ ഒരു നിർണായക നിമിഷം, ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു നിമിഷത്തിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള വരമൊഴികളും വാമൊഴികളുമാണ് പ്രചരിക്കുന്നത്. എന്തായിരുന്നു ഗാന്ധിജി കൃത്യമായിട്ട് പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ചലനങ്ങൾ, അതൊക്കെ പലതരത്തിലുള്ള നമ്മൾ വായിച്ചിട്ടുണ്ട്. പലതരത്തിൽ ഇപ്പോഴും പലതരത്തിലുള്ള അതിനെപ്പറ്റിയുള്ള പലതരം വ്യാഖ്യാനങ്ങളാണ് കടന്നു വരുന്നത്. ഇത്രയും വ്യക്തമായ ഒരു മുഹൂർത്തം, ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചൊരു മുഹൂർത്തം പോലും ഇപ്പോൾ പലതരത്തിലുള്ള അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ പ്രചരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ഉദാഹരണം, ഇത്രയും മൂർത്തമായിട്ടൊരു ചരിത്ര നിമിഷം. അപ്പോൾ ബാക്കിയുള്ള വലിയ ചരിത്ര പ്രസ്ഥാനങ്ങൾ, എത്രയോ സംഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ളത് എല്ലാം തന്നെ ഇങ്ങനെയുള്ള പലതരം സാധ്യതകളും വ്യാഖ്യാനങ്ങളുമാണ്. അത് ചരിത്രത്തെപ്പറ്റി പറയാറുണ്ട്, വിജയ് എഴുതുന്നത് എന്തോ അതാണ് ചരിത്രം എന്നാണ് ചരിത്രത്തെപ്പറ്റി സാധാരണ പറയാറുള്ളത്. വിജയിയാണ് എഴുതുന്നത്. അപ്പോൾ ആ തരത്തിൽ വിജയ് ഒരു ചരിത്രം എഴുതുന്നുണ്ട്, പരാജയപ്പെട്ടവരൊരു ചരിത്രം എഴുതുന്നുണ്ട്, കണ്ടു നിന്നവരൊരു ചരിത്രം എഴുതുന്നുണ്ട്, കേട്ട് നിന്നവരൊരു ചരിത്രം എഴുതുന്നുണ്ട്. ഇങ്ങനെ അനവധി ഏത് സംഭവത്തെപ്പറ്റി ലോകത്തെവിടെയും ഇത് തന്നെയാണ്. അത് ചരിത്രത്തെപ്പറ്റിയുള്ള
പലതരത്തിലുള്ള പ്രവാഹങ്ങളാണ്, പലതരത്തിലുള്ള സാധ്യതകളും വ്യാഖ്യാനങ്ങളുടെയും പ്രവാഹങ്ങളാണ് ചരിത്രമെന്ന് പറയുന്നത്. ഒരു ഏകശില രൂപത്തിൽ ഉള്ള ഒന്നേ അല്ല. ഇത് ഇത്രയും ഒരു വസ്തുനിഷ്ഠമായ ചരിത്രം എന്ന് പറയുന്ന അതിൻ്റെ പഠനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് ചരിത്രം സാഹിത്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ, സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു കലാവേദിയിലേക്ക് ചരിത്രം കടന്നു കഴിയുമ്പോഴേക്ക് ഇതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ വിചിത്രമാവുകയാണ്. കാരണം അവിടെ എഴുത്തുകാരൻ്റെ ഭാവന അല്ലെങ്കിൽ ഭാവനയുടെ മൂശയിലേക്ക്, എഴുത്തുകാരൻ്റെ ആ ഭാവനയുടെ രസവിദ്യയിലേക്ക് ചരിത്രം അതിലേക്ക് കോരി ഒഴിച്ചു കഴിയുമ്പോൾ, അക്ഷരങ്ങളായിട്ട് രൂപപ്പെട്ട് വരുമ്പോൾ അത് തീർത്തും വിചിത്രമായ മറ്റൊന്നായി മാറുകയാണ്. ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെയുള്ള അത്രത്തോളം പോലും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. കാരണം സാഹിത്യം അതാണല്ലോ. ആ സാഹിത്യം എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ ഭാവനയാണ് അവിടെ ഏറ്റവും മുഖ്യമായിട്ട് പ്രവർത്തിക്കേണ്ടത്. അനുഭവങ്ങളും റിയാലിറ്റിയും യാഥാർത്ഥ്യവും ഒക്കെ അടിത്തറയായി നിൽക്കുമ്പോഴും ഭാവനയാണ്, ഭാവനയുടെ വലിയൊരു രസവിദ്യയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്ര സാഹിത്യം എന്ന് പറയുന്നത് ചരിത്രത്തെ അവലംബിച്ചിട്ടുള്ള കൃതികളൊക്കെ തന്നെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള വളരെ വൈചിത്ര്യമാർന്നിട്ടുള്ള ഭാവനകളിലേക്ക് കടന്നു പോവുകയാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ അതിൻ്റെ ഏടുകൾ CV രാമൻപിള്ള നമ്മുടെ മലയാള നോവലിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ള ഗംഭീര കൃതികൾ, അതിലൊക്കെ തന്നെ ഈ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ആ രാജഭരണത്തിൻ്റെ കാലഘട്ടമൊക്കെ പറയുന്ന മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും ഒക്കെ വരുന്നത്, അതൊക്കെ ഒരു അക്കാലത്ത് നിലനിന്നിരുന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നിലനിന്നിരുന്ന, അതിൻ്റെ മേലേത്തട്ടിൽ നിലനിന്നിരുന്ന ആ രാജഭക്തിയുടെ അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിലേക്ക് ചേർന്നുകൊണ്ടുള്ള ഒരു ചരിത്രമെഴുത്തായിരുന്നത്. അതൊരിക്കലും അത് ശശിഭൂഷൺ സാറിനെ പോലെ ഒരു ആ തിരുവിതാംകൂർ ചരിത്രം അതിൻ്റെ ഞാൻ എപ്പോഴും ആസ്വദിച്ച് വായിക്കുന്നതാണ് സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള വളരെ ഒരു ഗംഭീരമായ പഠിതാക്കൾ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചരിത്രകാരന്മാരുള്ളപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ടതില്ല. എങ്കിലും ഈ CV രാമൻപിള്ളയുടെയൊക്കെ ഇത്തരം കൃതികളൊക്കെ ഭാവനയാണ് അതിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്, വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് മാർത്താണ്ഡവർമ്മയെ ഒക്കെ വളരെ അതിനെ അങ്ങേയറ്റം മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള, അതേസമയം 8 വീട്ടിൽ പിള്ളമാരെയും മറ്റേ മറുവശത്തെ വളരെ നികൃഷ്ടമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രമാണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ CV രാമൻപിള്ളയുടെയൊക്കെ കൃതികളുടെ അതിൻ്റെ സംക്ഷിപ്ത രൂപങ്ങളൊക്കെ വായിച്ച് നമ്മൾ ശരിക്കും മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഗുണവാനായ ഒരു പുരുഷനായിട്ടാണ് സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങേയറ്റം നികൃഷ്ടരായിട്ടുള്ള 8 വീട്ടിൽ പിള്ളമാരും ഇവരെ കൊന്നു കുഴിച്ച് മൂടണം. അപ്പോൾ അന്ന് സ്ത്രീകളെ തുറ കയറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പത്തനംതിട്ടയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. അവിടെ എനിക്ക് തുറയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്, തുറയുമൊക്കെ. ഈ തുറ കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സ്ത്രീകളെ അപ്പാടെ തുറ കയറ്റുന്നതും ശത്രുക്കളെ അവരെ അടിച്ചമർത്തുന്നതും നിഷ്ഠൂരമായി കൊല ചെയ്യുന്നതും. പക്ഷേ പിന്നീടൊക്കെ എത്രയോ വായിച്ചും പഠിച്ചും കഴിഞ്ഞപ്പോൾ, ശശിഭൂഷൺ സാറിനെ പോലെയുള്ള കൃതികളൊക്കെ പഠിച്ചുമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ മാർത്താണ്ഡവർമ്മയൊക്കെ പറയുന്നത് എത്രത്തോളം അദ്ദേഹത്തിലൊക്കെയുള്ള ഈ തമോ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. CV രാമൻപിള്ളയുടെ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയും ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും ചേർന്നിട്ടാണ് ആ നോവലുകൾ അങ്ങനെ തിരുവിതാംകൂർ ചരിത്രത്തെ പറ്റിയുള്ള അത്തരം ആഖ്യാനങ്ങളായിട്ട് മാറിയത്. ഇത് എല്ലാ ചരിത്ര വസ്തുക്കളെ ആധാരമാക്കിയുള്ള സാഹിത്യകൃതികൾക്കും ഇത് ബാധകമാണ്. അത് ലോകത്തെ ഏത് ഭാഷയിലായാലും ഏത് സംഭവത്തിൻ്റെ ചരിത്രത്തിലായാലും അതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ആ രീതിയിലുള്ള എഴുത്തുകാരൻ്റെ ഭാവന അതിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വരുമ്പോൾ ഈ പുന്നപ്ര വയലാർ ജീനിൻ്റെ കൃതി 1946 എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് നോവല് അതിലേക്ക് കടക്കുമ്പോഴേക്ക് അത് മറ്റൊരു രസകരമായൊരു വസ്തുത നമ്മുടെ മുമ്പിലേക്ക് കൂട്ടുന്നത്. കാരണം മലയാള സാഹിത്യത്തിൽ തന്നെ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ പുന്നപ്ര വയലാർ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സാഹിത്യ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ പല രീതികളിൽ ഇത് കടന്നു വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചില ഉദാഹരണങ്ങൾ വരുന്നത് സാക്ഷാൽ തകഴി തന്നെ അദ്ദേഹത്തിൻ്റെ പുന്നപ്ര വയലാറിന് ശേഷം എന്ന ഒരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ പുന്നപ്ര വയലാർ എന്നല്ല, പുന്നപ്ര വയലാറിന് ശേഷം എന്നൊരു നോവൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സമീപകാലങ്ങളിൽ KV മോഹൻകുമാർ, എൻ്റെ കൂടി പ്രിയ സുഹൃത്തായിട്ടുള്ള KV മോഹൻകുമാർ IAS, റിട്ടയർഡ് IAS, അദ്ദേഹത്തിൻ്റെ ഉഷ്ണരാശി എന്ന് പറയുന്ന വയലാർ പുരസ്കാരം നേടിയിട്ടുള്ള 4-5 വർഷം മുമ്പ് വയലാർ പുരസ്കാരം നേടിയിട്ടുള്ള ഉഷ്ണരാശി എന്ന നോവൽ ഈ പുന്നപ്ര വയലാറിനെ ആധാരമാക്കിയുള്ളതാണ്. മറ്റൊന്ന് പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള രവിവർമ്മ തമ്പുരാൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നോവല്. ഇതൊക്കെ ഈ പുന്നപ്ര വയലാറിനെ ആധാരമാക്കിയിട്ടുള്ള കൃതികളാണ്. ഇനിയും കാണും, മറ്റു പല കൃതികൾ കാണും. അതുപോലെ സിനിമയിൽ ഉദയയുടെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്തിട്ടുള്ള പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയുണ്ട്. 60കളിൽ പുറത്തു വന്ന സിനിമയാണ്. അപ്പോൾ അതിൽ രസകരമായ വസ്തുത, അന്ന് പുന്നപ്ര വയലാർ ആ സമരത്തിൽ
അധികാരിവർഗത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അനശ്വരനായിട്ടുള്ള സത്യൻ, അന്ന് അവിടെ SI ആണ് സത്യനേശൻ നാടാർ. സത്യന് അതിലങ്ങേറ്റം മർദ്ദകൻ്റെ റോളാണ് സത്യൻ അവിടെ ഉള്ളത് ശരിക്കും പുന്നപ്ര വയലാറിൽ. അദ്ദേഹം സിനിമയിൽ വന്നപ്പോഴേക്ക് വളരെ അതിൻ്റെ ഒരു ഹീറോ റോളിലേക്ക് വരികയാണ്. ഇതൊക്കെ രസകരമായിട്ടുള്ള വസ്തുക്കൾ കലയും യാഥാർത്ഥ്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുമ്പോഴുണ്ടാകുന്ന രസകരമായ ചില കൗതുകങ്ങളാണ്. എന്തായിരുന്നാലും ഇങ്ങനെ പുന്നപ്ര വയലാർ എന്ന് പറയുന്നത് അത് നമ്മുടെ കലയിലും സാഹിത്യത്തിലുമൊക്കെ പലരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ പരിണത ഫലങ്ങൾ, അത് ഏത് രീതിയിൽ അതിൻ്റെ ചരിത്രപരമായിട്ട് എത്രത്തോളം അതൊക്കെ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കലയുടെ അത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള അതത് കലാമാധ്യമങ്ങൾ സിനിമയായാലും നോവലായാലും അല്ലെങ്കിൽ ഇനി നാടകമായാലും ഒക്കെ തന്നെ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കാൻ നിർവാഹമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 1946 എന്ന് പറയുന്ന ഈ ജീനിൻ്റെ നോവലാണ് ഉള്ളത്. അത് ഇംഗ്ലീഷിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ബൃഹത്തായ ഒരു നോവൽ തന്നെയാണത്. അപ്പോൾ അത് ചരിത്രം, അതിലേക്ക് ചരിത്ര പശ്ചാത്തലം നമ്മുടെ തിരുവിതാംകൂറിലെ കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും ഒരു നിർണായക ഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അത് അതിൻ്റെ ചുരുളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ചരിത്രത്തെ അദ്ദേഹം വളച്ചൊടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ചരിത്രം അന്ന് എന്തായിരുന്നു എന്ന് ചരിത്രത്തെ വളരെ അന്വേഷണാത്മകതയോടെ ഒരു പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ജീന് അത്തരത്തിലുള്ള ഒരു അന്വേഷണ ബുദ്ധിയോടെ എത്രയോ നീണ്ട വർഷങ്ങൾ, എനിക്ക് തോന്നുന്ന ഒരു 2 പതിറ്റാണ്ടിന് മേലെ ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ച് വളരെ ആധികാരികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി പല അന്നത്തെ വ്യക്തിത്വങ്ങളെയും കാണുകയും പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ഭൂമികയൊക്കെ വളരെ വിശദമായിട്ട് അതിനെ പഠിച്ച് തയ്യാറാക്കിയ കൃതിയാണത്. അപ്പോൾ ചരിത്രത്തെ അദ്ദേഹം അങ്ങേയറ്റം അതിനോട് ഒരു നീതി പുലർത്തണം, എന്തായിരുന്നു ചരിത്രമെന്നുള്ളത് അതിനെ തൻ്റേതായ രീതിയിൽ കണ്ടെത്തണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് നോവൽ രചിച്ചിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ മറ്റൊന്നുകൂടി ഓർമ്മ വരികയാണ്. ഈ ചരിത്ര നോവൽ എന്ന് പറയുമ്പോൾ സാമാന്യഗതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചരിത്രത്തെ അത് എന്തായിരുന്നു ആ ചരിത്രം എന്നുള്ളത് അതിൻ്റെ ഒരു നേർരേഖയിൽ സമീപിച്ചുകൊണ്ടുള്ള അത്തരം കൃതികൾ. എന്നാൽ ഒരു തരത്തിൽ വേറെ ഒരു ഓൾട്ടർനേറ്റ് ഫിക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിസാഹിത്യം എന്ന് പറയുന്ന രീതിയിലുള്ള കൃതികളുണ്ട്. അത് ഈ ചരിത്ര നോവലുകളെയൊക്കെ പറയുമ്പോൾ അത് പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ ലോക സാഹിത്യത്തിൽ തന്നെ ക്ലാസിക് എന്ന് പറയാവുന്ന അത്തരത്തിലൊരു കൃതി ഫിലിപ്പ് റോത്ത് എന്ന് പറയുന്ന അമേരിക്കൻ നോവലിസ്റ്റ്, നൊബേൽ പ്രൈസിന് പലതവണ സാഹിത്യത്തിൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാനായ സാഹിത്യകാരനാണ് ഫിലിപ്പ് റോത്ത്. അദ്ദേഹത്തിൻ്റെ ദ പ്ലോട്ട് എഗെയിൻസ്റ്റ് അമേരിക്ക എന്ന് പറയുന്ന നോവലുണ്ട്. ആ നോവല് അതിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 2ാം ലോകമഹായുദ്ധം, നാസി ജർമ്മനി വിജയിച്ചു, ഹിറ്റ്ലർ ജേതാവായി, ലോകം മുഴുവൻ പിടിച്ചടക്കി, സഖ്യകക്ഷികൾ പരാജയപ്പെട്ടു, അമേരിക്കയിൽ റൂസ്വെൽറ്റ് ഹിറ്റ്ലറുടെ ഒരു പിണിയാളായിട്ട് ഭരിക്കുന്നു. ഇങ്ങനെയാണ് ആ നോവല്. ഇപ്പോൾ തന്നെ ഞാൻ ഇത്രയും 2-3 വാചകങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ എത്രത്തോളം ആ ചരിത്രത്തെ അത് വേറൊരു രീതിയിൽ സമീപിക്കുന്നത് മനസ്സിലാകുമല്ലോ. പക്ഷേ ഞാൻ ഈ പറയുമ്പോൾ ഇത് വളരെ നമുക്ക് അമ്പരപ്പും കൗതുകവും ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഞെട്ടലുണ്ടാകും, ഇങ്ങനെ ഒരു ചരിത്ര നോവലോ എന്നുള്ളത്. പക്ഷേ അതിലൂടെ ഫിലിപ്പ് റോത്ത് വേറൊരു വലിയ ചരിത്ര സത്യങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പിന്നീടുണ്ടായ യാഥാർത്ഥ്യങ്ങളിലേക്ക്, 2ാം ലോകമഹായുദ്ധത്തിനൊക്കെ ശേഷമുണ്ടായ ലോകരാഷ്ട്രീയത്തിലെ മറ്റ് പല നിർണായക വിഗതികളിലേക്കും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകളും അന്വേഷണങ്ങളുമായിരുന്നു ഈ രീതിയിലുള്ളൊരു ആഖ്യാനം എന്ന് പറയുന്നത്. കാരണം അത് പലതരത്തിൽ നാസി ജർമ്മനി എന്ന് പരാജയപ്പെട്ടെങ്കിലും, ഹിറ്റ്ലർ പരാജയപ്പെട്ടെങ്കിലും, നാസി പ്രത്യയശാസ്ത്രവും അങ്ങേയറ്റം വർഗീയതയും ലോകത്തെവിടെയും കൊടികുത്തി വാഴുന്നു എന്നുള്ളത് അത് സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. അതായത് അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയുടെയോ അല്ലെങ്കിൽ മുസോളിനിയുടെ ഫാഷിസത്തിൻ്റെയോ അതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങൾ ലോകത്തെമ്പാടും പലയിടത്ത് അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് കാണുന്നത്. അതിപ്പോൾ നമുക്ക് ഇന്ത്യയിലും അങ്ങനെ തന്നെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ എവിടെയും ഇതുപോലുള്ള ഈ ഫാഷിസത്തിൻ്റെ അതിഭീകരമായ ആ ഒരു അധിനിവേശം എന്ന് പറയുന്ന ഫിലിപ്പ് റോത്ത് എന്ന് പറയുന്ന നോവലിസ്റ്റ് ഞാനീ പറഞ്ഞ പോലെ ചരിത്രത്തെ വേറെ ഒരു രീതിയിൽ അതിനെ നേരെ തലകുത്തി മറിച്ചിട്ടുകൊണ്ട് അതിൽ ആഖ്യാനപ്പെടുത്തുമ്പോൾ അത് പ്രത്യക്ഷത്തിലുള്ള സത്യത്തിനപ്പുറത്തേക്ക് ഒരു ആന്തരികമായ സത്യത്തിലേക്ക് എത്തിച്ചേരുന്ന നോവലിസ്റ്റ്. അതൊക്കെ വലിയ എഴുത്തുകാരുടെ മഹാസിദ്ധികളിൽപ്പെടുന്നതാണ്. മഹാസിദ്ധി കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വളരെ അപകടകരം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അങ്ങേയറ്റം റിസ്കി ആയിട്ടുള്ള ഒരു സാഹിത്യ ഭാവനയിലൂടെയുള്ള ചരിത്രമെഴുത്ത്. അപ്പോൾ അത് ഒരു വശം. ഇവിടെ എന്തായാലും ജീനിൻ്റെ ഈ നോവല് 1946 അത് ആ കാലഘട്ടത്തിലെ പുന്നപ്ര വയലാർ സമരത്തെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ അന്വേഷണാത്മകതയോടെ സമീപിച്ചുകൊണ്ട്
അത് വളരെ അന്വേഷണ ബുദ്ധിയോടെ പഠനങ്ങൾ നടത്തി അദ്ദേഹം പലരെയും നേരിൽ കണ്ട് സംസാരിച്ച് ഒക്കെയാണത് നോവൽ രചിച്ചിരിക്കുന്നത്. അത് യാഥാർത്ഥ്യവും കുറേയൊക്കെ ഭാവനയുണ്ട്, എന്നാൽ യാഥാർത്ഥ്യത്തിൻ്റെ വലിയൊരു അടിത്തറ അതിനകത്ത് ഉണ്ട്. പല ചരിത്ര കഥാപാത്രങ്ങളും അതിൽ കടന്നു വരുന്നുണ്ട്. മുമ്പേ ഇവിടെ സംസാരങ്ങളിൽ പറഞ്ഞതുപോലെ പല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ സത്യൻ വരെ അതിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം CP രാമസ്വാമി ഇവരെല്ലാം ഉണ്ട്. അതേസമയം അവിടെയുള്ള ആ പ്രാദേശിക തലത്തിലുള്ള കുറേയധികം മനുഷ്യർ, ഇപ്പോൾ ഇതിൽ രാധയും രാമൻകുട്ടിയും സരസമ്മയും അങ്ങനെയുള്ളത് ജീനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരൊക്കെ തന്നെ യഥാർത്ഥ മനുഷ്യരായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ മനുഷ്യരായിരുന്നു. ആ യഥാർത്ഥ പേരുകൾ അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്തായാലും യഥാർത്ഥ മനുഷ്യർ തന്നെയായിരുന്നു അതിലെ പല മുഖ്യ കഥാപാത്രങ്ങളും. അപ്പോൾ അവരുടെയൊക്കെ കാഴ്ചപ്പാടിലൂടെയാണ് നോവൽ വികസിച്ച് വരുന്നത്. അത് ജീന് ആ പുന്നപ്ര വയലാർ സമരം എത്രത്തോളം ഒരു അനിവാര്യതയായിരുന്നു. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. കാരണം നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ആ കേരള ചരിത്രത്തിലെ ഏറ്റവും വളരെ ഒരു ഉജ്ജ്വലമായെന്ന് പറയാനാവില്ല, ഒരു നിർണായകമായ ഏട്. അത് പലതരത്തിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ചരിത്രത്തിൻ്റെ പലതരത്തിൽ നോക്കിക്കാണാവുന്നതാണ്. അതേസമയം മറ്റ് പലരുടെ എഴുത്തുകളിൽ മറ്റ് രീതികളിലുള്ള വ്യാഖ്യാനങ്ങളാണ് അതിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അതേപോലെ യദുകുലകുമാർ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തുള്ള വളരെ അങ്ങേയറ്റം വളരെ സൂക്ഷ്മബുദ്ധിയായിട്ടുള്ള പഴയ പത്രപ്രവർത്തകനായിട്ടുള്ള യദുകുലകുമാറിൻ്റെ ഒരു കൃതിയുണ്ട്, കുന്തക്കാരൻ പത്രോസും ബലിയാടും എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ കുന്തക്കാരൻ പത്രോസ്, അതായത് KV പത്രോസ്, ഡിക്റ്റേറ്റർ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പുന്നപ്ര വയലാർ സമരത്തിന് ഒരു ഡിക്റ്റേറ്റർ എന്ന രീതിയിൽ നിയോഗിച്ചിരുന്ന, ആ ദൗത്യം നിറവേറ്റപ്പെടാൻ നിയോഗിച്ചിരുന്ന KV പത്രോസ്, കുന്തക്കാരൻ പത്രോസ് എന്നറിയപ്പെടുന്ന KV പത്രോസിനെ ആധാരമാക്കിയാണ് യദുകുലകുമാറിൻ്റെ ആ പുസ്തകമുള്ളത്. അപ്പോൾ അതിലൊക്കെ വളരെ നിശ്ചിതമായിട്ട് അത് ഈ പാർട്ടിയുടെ പല ചെയ്തികളെയും അക്കാലത്തെ പാർട്ടിയുടെ തീരുമാനങ്ങളെയും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലഭ്യമാകുന്ന വസ്തുതകൾ വെച്ചുകൊണ്ട് യദുകുലകുമാർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ സന്ദർഭങ്ങളിൽ ഈ പുതിയ കാലത്ത് ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നാം, ചില കാര്യങ്ങൾ വളരെ അങ്ങേയറ്റം എന്തിനവർ അങ്ങനെ പ്രവർത്തിച്ചു, ഈ വെറുതെ ഈ തൊഴിലാളികൾ കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അതിനും നമ്മൾക്കിത് ഈ പറയുന്ന പോലെ ചരിത്രത്തിൽ ആത്യന്തികമായിട്ട് അതൊരു നേർരേഖകളില്ല, അതൊക്കെ പലതരം സാധ്യതകളാണ്. എപ്പോഴും അതങ്ങനെ തന്നെയാണ്, പലതരം സാധ്യതകളാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ആ CPയുടെ ആ അമേരിക്കൻ മോഡലും അദ്ദേഹത്തിൻ്റെ അധികാരപ്രമത്തതയും രാജ കുടുംബവുമായി ചേർന്നിട്ട് അവരുമായി ചേർന്ന് CP തൻ്റേതായ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരു ഗൂഢതന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്ന ആ കാലഘട്ടത്തിൽ ജനവികാരം എന്ന് പറയുന്നത് അതിശക്തമായിട്ട് അതിനെതിരായിട്ട് തിരിയുന്നുണ്ട്. അത് ആ ഒരു ആളിക്കത്തുന്ന അതിനെതിരെയുള്ള ഒരു രോഷം, അത് രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധതയാർജിക്കുന്ന ഒരു ജനതയായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നു. ഇടതുപക്ഷ അവബോധവും ഒക്കെ തീർച്ചയായിട്ടും അതിലുണ്ട്. ഒപ്പം നവോത്ഥാനത്തിൻ്റെ അവബോധം അതിൽ കടന്നു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മഹാത്മജിയുടെ നേതൃത്വത്തിലുള്ള ആ വലിയൊരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ അലവരികൾ ഏറ്റുവാങ്ങുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും അതിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള വലിയൊരു വികാരം അലയടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യം തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഈ അമേരിക്കൻ മോഡൽ എന്നുള്ള ഈ CPയുടെ പ്രഖ്യാപനത്തിനെതിരെ ഒരു വലിയൊരു പ്രക്ഷോഭം ഉണ്ടായേ പറ്റുമായിരുന്നു. പക്ഷേ ആ പ്രക്ഷോഭം ഏത് രീതിയിൽ, അതിങ്ങനെ ആകേണ്ടിയിരുന്നോ? ഈ പറയുന്നത് പോലെ പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ഭൂമികയിൽ യാതൊന്നും തന്ത്രങ്ങളൊന്നുമില്ലാതെ, ആയുധങ്ങളൊന്നുമില്ലാതെ, ഈ വാരിക്കുന്തങ്ങൾ മാത്രമായിട്ട് ഇതിനെ ഈ സായുധരായ പട്ടാളത്തിനും പോലീസിനും എതിരായിട്ട് ഇവരെ ഇറക്കിവിടുന്ന അതങ്ങനെ ആയിരിക്കണമായിരുന്നോ അത്തരത്തിലുള്ള ഒരു സമരം, യുദ്ധം എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെ പല രീതികളിൽ അത് ഇനിയും ഈ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ജീനിൻ്റെ നോവലിൽ ഒരു പിടി കഥാപാത്രങ്ങളിലൂടെ ഈ സമരത്തിനെ, പുന്നപ്ര വയലാർ സമരത്തെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ നമ്മളിത് വായിക്കുമ്പോൾ ഞാനത് കഥയുടെ ഉൾവശങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു സാഹിത്യകൃതിയോ നോവലോ ഒക്കെ തീർച്ചയായിട്ടും അത് വായിക്കണം. നമ്മൾ വായിക്കുമ്പോൾ മാത്രമേ അതിൽ ഓരോരുത്തരും അവരവരുടേതായ ഒരു കണ്ടെത്തലുകൾ ആ നോവലിൻ്റെ വായനയിലൂടെ സാധിക്കണം. അപ്പോൾ ഞാനതിൻ്റെ കഥയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഇവിടെ കടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരത്തിൽ ജീന് അദ്ദേഹത്തിൻ്റേതായ ചില വീക്ഷണങ്ങൾ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് അതേസമയം അങ്ങേയറ്റം മാനവികമായിട്ടുള്ള ഒരു വീക്ഷണകോണിലൂടെയാണ് താൻ. ചരിത്രത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ തന്നെയും വളരെ ഒരു മാനവികമായിട്ടുള്ള, അടിസ്ഥാനപരമായി അത് മാനവികമായിട്ടുള്ള
ഒരു മാനവിക സ്നേഹത്തിൽ ഊന്നിയുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അത് അടിസ്ഥാനമായിട്ട് അത് മനുഷ്യന് വേണ്ടിയുള്ളതായിരിക്കണം. അത് മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന രീതിയിലുള്ള ഒരു മനുഷ്യരെ സമൂഹത്തിൽ വിദ്വേഷം പലർത്തുന്ന, ഇപ്പോൾ സമകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ അങ്ങേയറ്റം വിഷം കലർത്തി മനുഷ്യരെ തമ്മിൽ, സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അത്തരത്തിലുള്ള പുതിയ കാലത്തെ ആ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയമല്ല. അത് ജീനിൻ്റെ കൃതി തീർച്ചയായിട്ടും, ജീനിൻ്റെ നോവലിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് തികച്ചും മാനവികമായിട്ടുള്ള അത്തരം ഒരു രാഷ്ട്രീയമാണ്. അല്ലാതെ ഈ രീതിയിലുള്ള ഒരു വർഗീയതയുടെയും മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള പുതിയ കാലത്തിൻ്റെ ഈ അത്തരം ത്രികാലതന്ത്രങ്ങളല്ല നമ്മുടെ ഭാരതത്തിൽ ഇന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന, എന്നിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം തന്ത്രങ്ങളുടെ രാഷ്ട്രീയമല്ല ഇതിലുള്ളത്. അപ്പം ഏതൊരു എഴുത്തുകാരൻ, ഞാൻ വിശ്വസിക്കുന്ന ഏതൊരു എഴുത്തുകാരനും നോവലിസ്റ്റിനും കൃതിക്കും ഒക്കെ അതിൻ്റേതായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്നില്ലെങ്കിൽ ഇവിടെ ഇത് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ കൃതി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ ആഖ്യാനം നിർവഹിക്കുന്ന ഒരു കൃതിക്ക്, നോവലിന് രാഷ്ട്രീയം പറഞ്ഞേ പറ്റൂ. പക്ഷേ ആ രാഷ്ട്രീയം അത് വായിക്കുമ്പോൾ മനസ്സിലാകും വളരെ അതൊരു മാനവികമായ കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ്. ഞാൻ കൂടുതലായിട്ട് വാക്കുകൾ നീട്ടുന്നില്ല. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് എനിക്കെപ്പോഴും ഈ ചരിത്രം എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. ഒരു കഥാകൃത്ത് എന്ന നിലയിലും നോവലിസ്റ്റ് എന്ന രീതിയിലും ഒക്കെ എൻ്റെ പല കൃതികളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കടന്നു വരും. രാഷ്ട്രീയമല്ല, ചരിത്രം കടന്നു വരുന്നുണ്ട്. അതിപ്പം നോവലുകളിൽ ചിലപ്പോൾ കലാചരിത്രമാകാം, സിനിമയുടെ ചരിത്രം. ഇപ്പോൾ നഷ്ടനായിക പോലെയുള്ളൊരു നോവലിൽ സിനിമയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാടിൻ്റെ ഒരു സാംസ്കാരിക ആ ഒരു വലിയ ധാരയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ ചരിത്രമായിരിക്കാം. മറ്റ് കഥകളിൽ പലയിടത്തും രാഷ്ട്രീയം കടന്നു വന്നിട്ടുണ്ട്. പല രീതികളിലുള്ള രാഷ്ട്രീയ, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം പല രീതികളിൽ, കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയമൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം എന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയം എന്താണ്, ആ നിലയ്ക്ക് കൂടി ഈ ജീനിൻ്റെ ഈ നോവൽ ഇങ്ങനെ ഈ വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്, എനിക്ക് അതിൻ്റെ അങ്ങനെ ഒരു കൃതി വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു നോവൽ വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. മറ്റൊന്നുള്ളത്, ഈ നോവലിൻ്റെ ഒരു നറേഷനെ പറ്റി ചില നിരീക്ഷണങ്ങൾ കൂടി പറയുകയാണ്, ഇതിൻ്റെ ആഖ്യാനത്തെ പറ്റി. കാരണം ഇതിൽ ഈ നോ ഫ്രിൽസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന, അല്ലെങ്കിൽ മിനിമലിസം എന്ന് പറയുന്ന, മിനിമലിസ്റ്റ് നറേറ്റീവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആഖ്യാനമാണ് ഈ നോവലിലുള്ളത്. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതിലെ ഈ വിശദീകരണങ്ങൾ, വിവരണങ്ങൾ ഒക്കെ വളരെ മിനിമമാണ്. വിവരണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ഡയലോഗ്, വേർബ്, ആക്ഷൻ, അതാണ് ഇതിൻ്റെ. ഞാനിതിന് മൊത്തത്തിലൊരു ഘടന നോക്കിക്കഴിഞ്ഞാൽ, ഈ നോവലിൻ്റെ ഒരു ആഖ്യാനത്തിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ, ഡയലോഗ്സ്, അതായത് സംഭാഷണങ്ങൾ, പേജുകളോളം നീളുന്ന സംഭാഷണങ്ങൾ മാത്രമായിട്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഈ മുൻകാലങ്ങളിൽ ആകാശവാണിയിൽ ശബ്ദരേഖ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമയുടെ ഈ സൗണ്ട് ട്രാക്ക് മാത്രമായിട്ട് ശബ്ദരേഖ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് വളരെ ആസ്വദിച്ച് കേട്ടിരുന്നവരാണ്. ഇവിടെ പലരും ആസ്വദിച്ചിട്ടുണ്ടാവും ശബ്ദരേഖ എന്നുള്ളത്, നമ്മുടെ മലയാള സിനിമയുടെ ഈ സൗണ്ട് ട്രാക്ക് മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ സിനിമ കാണുന്നൊന്നുമില്ല, പക്ഷേ ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആസ്വാദ്യകരമായിട്ട് ആ സിനിമ കാണുന്ന ഒരു അനുഭവം ഈ ഡയലോഗ്സിലൂടെയും മ്യൂസിക്കിലൂടെയും ശബ്ദങ്ങളിലൂടെയും മാത്രം വരും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ജീൻ പ്രയോഗിച്ചിരിക്കുന്ന, ഇത് ബോധപൂർവമൊന്നുമല്ല, ഒരിക്കലും ബോധപൂർവമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ നോവലിൽ പലയിടത്തും ഈ സംഭാഷണങ്ങൾ മാത്രമായിട്ട്, രണ്ട് പേജിലേക്കൊക്കെ നീളുന്ന സംഭാഷണങ്ങൾ മാത്രമായിട്ട്, അവിടെ വേർബൊന്നുമില്ല, യാതൊന്നുമില്ല, ഡയലോഗ്സ് മാത്രം, കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ പോകുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ശബ്ദരേഖയുടെ ആഖ്യാന തന്ത്രം രസകരമായിട്ട് അവിടെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അലങ്കാരങ്ങളൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള ചെടിപ്പിക്കുന്ന, മടിപ്പിക്കുന്ന അലങ്കാരങ്ങളും വിശേഷണങ്ങളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇംഗ്ലീഷിനെ അതിൻ്റെ ഏറ്റവും മിനിമൽ രീതിയിൽ ആ ഭാഷയെ തൻ്റെ ആഖ്യാനത്തിന് എന്താണോ വേണ്ടത് ആ രീതിയിൽ വളരെ കൃതകൃത്യതയോടെ ജീന് അതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ആഖ്യാനം എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീനിൻ്റെ ആഖ്യാനം വളരെ ഒരു രസകരമായി അനുഭവപ്പെട്ടു, കൗതുകകരമായി അനുഭവപ്പെട്ടു. അത് ജീനിൻ്റെ പ്രഥമ കൃതിയാണിത്, പ്രഥമ നോവലാണിത്. ഇതിന് വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. നല്ലൊരു വായന. ഇത് TK സാർ പറഞ്ഞതുപോലെ ഇത് ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിൽ കൂടി വന്നാൽ ഒരുപക്ഷെ കൂടുതൽ ഇതൊരു വായനാക്ഷമതയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ വായനാ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരും. അതിനും സാധ്യത ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ജീനിൻ്റെ ഈ കൃതി, പ്രഥമ കൃതിയിൽ നിന്ന് ഇനിയും കൃതികൾ, ഇദ്ദേഹത്തിന് ഇതേപോലുള്ള കനപ്പെട്ട കൃതികൾ ജീനിന് ഇനിയും എഴുതാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് ഇനിയും ഇതേപോലുള്ള ഗഹനമായിട്ടുള്ള കൃതികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാ നന്ദിയും സ്നേഹവും. ആരാധ്യനായ
ഉദ്ഘാടകൻ TK നായർ, യോഗാധ്യക്ഷൻ MG ശശിഭൂഷൺ, എൻ്റെ ഒപ്പം ഈ പുസ്തക റിവ്യൂവിൽ പങ്കെടുക്കുന്ന പ്രഭാഷകർ, തണൽക്കൂട്ടം അംഗങ്ങൾ, സഹോദരീ സഹോദരന്മാർ, ജീൻ പോൾ കഴിഞ്ഞ ആഴ്ച ഈ പുസ്തകം തന്നപ്പോഴാണ് ജീൻ പോൾ സേവിയർ പോളിൻ്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞത്. ചിതി എന്ന മാസികയുടെ എഡിറ്റർ എന്നുള്ള നിലയിൽ കൊല്ലത്ത് താമസിച്ചിരുന്ന സേവിയർ പോളിനെ എനിക്ക് നല്ല പരിചയമായിരുന്നു. അങ്ങനെ ഇപ്പോൾ വയോധനായ അച്ഛനും മകനും എൻ്റെ ദോസ്തുക്കളാണ്. അങ്ങനെയുള്ള ജീൻ പോളാണ് 450 പേജുള്ള ഒരു ഗ്രന്ഥം 946 എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് TK നായർ സാറ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷിലാണ് എന്നുള്ളത് ഞാനതിനെ ഒരു പ്ലസ് പോയിൻ്റായിട്ടാണ് കാണുന്നത്. കാരണം അതിനെ ഒരു ആഗോള മാർക്കറ്റ് ലഭ്യമായേക്കും. മറിച്ച് മലയാളത്തിലാണെങ്കിൽ അത് കേരളത്തിലുള്ള മലയാളികൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തപ്പെടും. അതില്ല. ഇതിപ്പോൾ ഓൾ ഇന്ത്യ മാർക്കറ്റാണ്, ഓർ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് 1946 കിട്ടാൻ പോകുന്നത്. KC ജോർജ് ഇമ്മോർട്ടൽ പുന്നപ്ര വയലാർ എഴുതി പ്രസിദ്ധീകരിച്ചത് പ്രഭാത ബുക്ക് ഹൗസ് വഴിയാണ്. അപ്പോൾ KC ജോർജ് ഈ അഭിപ്രായം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് എഴുതാൻ കാരണം കേരളീയർക്കപ്പുറമുള്ളൊരു ഓഡിയൻസ് ഇത് വായിക്കാൻ ഉണ്ടാവട്ടെ എന്നുള്ള ഇതിലാണെന്ന്. അത് റിവ്യൂ ചെയ്ത പലരും ആ അഭിപ്രായം ശരിവയ്ക്കുകയും കൂടുതൽ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടാകുകയും ചെയ്തു. ഒരു കാലത്ത് കേരള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ PhD ഗവേഷണത്തിന് ചരിത്ര ഗവേഷകർ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്ക് തന്നെ പുന്നപ്ര വയലാറായിരുന്നു. അതിനൊരു കാരണം ഈ വർഷം തോറും പുന്നപ്ര വയലാർ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി CPIക്കാരും CPMകാരും ഒക്കെ കാണിക്കുന്ന സോ കോൾഡ് പബ്ലിസിറ്റിയാണ്. അപ്പോൾ ആ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് പല ഗവേഷകരും മുന്നോട്ട് വന്നത് ഈ വിഷയം തന്നെ എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ICHRൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്ന കൊല്ലത്തുകാരൻ PKV കൈമൾ തൻ്റെ PhD തീസിസ് സെലക്ട് ചെയ്ത് പുന്നപ്ര വയലാറാണ്. KCHRൻ്റെ സെക്രട്ടറി ആയിരുന്ന ചെറിയാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്ത് പുന്നപ്ര വയലാറാണ്. മറ്റ് ചില പുസ്തകങ്ങളെ പറ്റി ഇവിടെ മുഖ്യപ്രഭാഷകൻ പറയുകയുണ്ടായി, യദുകുലകുമാറിൻ്റെയൊക്കെ ചരിത്ര കൃതികൾ. അപ്പോൾ അങ്ങനെ ഈ സാഹിത്യശാഖ, പുന്നപ്ര വയലാർ സമരശാഖ ഏറെ പ്രസക്തമായ രീതിയിലാണ് പല ഗ്രന്ഥങ്ങളിലും കാണുന്നത്. ആരൊക്കെ ഓട്ടോബയോഗ്രഫിയോ ബയോഗ്രഫിയോ എഴുതിയിട്ടുണ്ടോ അതിലൊക്കെ പുന്നപ്ര വയലാർ ഒരു ചാപ്റ്ററോ ഒരു പ്രധാന ഭാഗമാണ്. ഓഫ് കോഴ്സ് ഓരോരുത്തരും അവരവരുടേതായ കൺക്ലൂഷനിലെത്തും. അവരവരുടെ പാർട്ടിയെ അനുകൂലിക്കുന്ന വിധത്തിൽ ഇടത് വലതുകാരും കോൺഗ്രസ്സുകാരും അല്ലാത്തവരും ഒക്കെ എഴുതി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇടത് വലത് എഴുത്തുകാരുടെ ആഖ്യാന ശൈലി ഒന്ന് പ്രത്യേകമാണ്. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പാകപ്പിഴകളുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായ തോതിൽ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ അധ്യായങ്ങളിലൊക്കെ കാണുന്നത്. വാസ്തവത്തിൽ എന്താണ് പുന്നപ്ര വയലാറിൽ നടന്നത്? 1946 അന്നത്തെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, അത് പത്രോസായാലും സദാനന്ദനായാലും കുഞ്ഞനായാലും ആരായാലും ഇവരൊക്കെ കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമുക്കിന്നും വളരെ താല്പര്യത്തോടെ കാണാനും കേൾക്കാനും പറ്റുന്ന വിഷയങ്ങളാണ്. ഒരിഞ്ച് ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളിക്കും വ്യവസായ തൊഴിലാളിക്കും പുന്നപ്ര വയലാർ വിജയിച്ചാൽ 13.5 സെൻറ്റ് കിട്ടും എന്ന് ജീൻ പോളും പറയുന്നു, മറ്റുള്ളവരും പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയില്ലാത്തവന് 13.5, 14, 20 സെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. ഇന്നും അതല്ലോ. ഇന്ന് നമ്മൾ അര ഇഞ്ച് ഭൂമിക്ക് വേണ്ടി തർക്കിക്കുന്നു.
അപ്പം അന്ന് വിപ്ലവം വിജയിച്ചാൽ, പുന്നപ്ര വയലാർ സമരം വിജയിച്ചാൽ 14-15 സെൻറ്റ് സ്ഥലം കിട്ടും. അവിടെയുള്ള സ്ഥലമൊക്കെ വീതിച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാ അണികളും വാരിക്കൊന്തവും എടുത്ത് ആയുധങ്ങളും എടുത്ത് പട്ടിണിയും കിടന്ന് സമരസന്നാഹങ്ങൾക്ക് മുന്നോട്ട് വന്നു. ഇതിൻ്റെ ബേസിക് ഇഷ്യൂ ആയിട്ട് വന്നത് ഓഫ് കോഴ്സ് CP രാമസ്വാമി അയ്യർ എന്ന ദിവാൻ്റെ പ്രഖ്യാപനമാണ്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ. അപ്പോൾ പാർട്ടിക്കാർ പലരും പറഞ്ഞു അമേരിക്കൻ മോഡൽ കൊണ്ടുവന്നാൽ അതിന് അറബിക്കടലിൽ തള്ളുമെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ പ്രബല ശക്തിയായിട്ട് വന്നിട്ടില്ല. സെൻട്രൽ ട്രാവൻകൂറിൽ അതൊരു ശക്തിയേ അല്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ടാർഗറ്റ് അന്ന്, ഇപ്പോൾ നമ്മൾ CPI എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് CPI ഇല്ല. CPI ഉണ്ടാകുന്നത് 1964 സ്പ്ലിറ്റിന് ശേഷം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെയിൻ ടാർഗറ്റ് ജനങ്ങൾക്ക് 14 സെൻറ്റ് കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് തങ്ങൾക്ക് യാതൊരു റൂട്ടുമില്ലാത്ത, തങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ആലപ്പുഴ, അമ്പലപ്പുഴ, ചേർത്തല, അരൂക്കുറ്റി വരെയുള്ള പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം ഉണ്ടാക്കാനുള്ള കുൽസിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പുന്നപ്ര വയലാർ നടപ്പിലാക്കിയത്. അതിൻ്റെ ഒരു പുകമറ മാത്രമാണ് അറബിക്കടൽ, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത്. സാധാരണ ഫ്രഞ്ച് അമേരിക്കൻ വിപ്ലവങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിശ്ചിതമായ കൂലി, നിശ്ചിതമായ വർക്കിംഗ് അവേഴ്സ്, നിശ്ചിതമായ സർവീസ് കണ്ടീഷൻസ്, ഇൻക്ലാബ് സിന്ദാബാദ്. അതാണ് ഈ ഫ്രഞ്ച് അമേരിക്കൻ മറ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലക്ഷ്യം. ഇത്തരം ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം പ്രാവർത്തികമാക്കപ്പെട്ടില്ല. പെട്ടില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് സെക്രട്ടേറിയറ്റിലെ ചില സംഘടനകൾ, NGO സംഘടനകൾ വലിയ വിജയാഹ്ലാദം നടത്തി ലഡ്ഡു വിതരണം ചെയ്യും. കാരണം എന്താ പറയണമെന്നറിയോ? പുതിയ ഒരു DA കൂടി തരാൻ ഗവൺമെൻറ് തീരുമാനിച്ചു, അതിന് ഞങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് ഗവൺമെൻറ് കൺസിഡർ ചെയ്തത് എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്ന പാർട്ടിക്കാരെ എനിക്കറിയാം, നേതാക്കന്മാരെ അറിയാം. അങ്ങനെയുള്ളൊരു ലഡ്ഡു വിതരണത്തിൻ്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ DA കൊടുക്കാൻ ഗവൺമെൻറ് അല്ലാതെ തന്നെ തീരുമാനിച്ചതാണ്. ഇവർ പോയി മെമ്മോറാണ്ടം കൊടുത്തത് കൊണ്ടൊന്നും അല്ല DA സാങ്ഷൻ ആവുന്നത്. പക്ഷേ ആൾക്കാർ ചെയ്യുന്ന അങ്ങനെയാണ് സംഘടനകൾ. ഇതേപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ. നമുക്ക് 14 സെൻറ്റ് കിട്ടി, അമേരിക്കൻ മോഡൽ തീർന്നു, CP മടങ്ങി, CPയുടെ മൂക്ക് വെട്ടി, കവിള് വെട്ടി, തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഈ പാർട്ടിക്ക് അതിൽ റോളൊന്നുമില്ല. CPയെ വെട്ടുന്നതിനും തുരത്തുന്നതിനുമൊക്കെ സഹായകമായ കാര്യങ്ങൾ ശ്രീകണ്ഠൻ നായരുടെ ആത്മകഥയെ പറയുന്നുണ്ട്. അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്ക് ഒരു ദിവസം രാവിലെ ഒരു ബ്രാഹ്മിൻ ബോയ് കെയിം, ഹാർഡ്ലി 30 താഴെ പ്രായമുള്ളൊരു പയ്യൻ. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, എന്ത് ജോലിയും ചെയ്യാമോ? അപ്പോൾ അയാൾ പറഞ്ഞു എന്ത് ജോലിയും ചെയ്യാം, എങ്കിൽ താ ഇന്ന് തിരുവനന്തപുരത്ത് പോകണം, നാളെ പോകാമോ? പോകാം. എന്താ പോകണ്ടേ? പോയി ചെയ്യേണ്ട കാര്യം എന്താ? സ്വാതിരുന്നാൾ സംഗീത അക്കാദമിയിലെ ചെമ്മൻകുടി ശ്രീനിവാസ അയ്യങ്കാർ കച്ചേരി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് CP രാമസ്വാമി എന്ന ദിവാൻ 44 അംഗരക്ഷകർ ചുറ്റും നിൽക്കുമ്പോൾ അതിനിടയിൽ കയറി CPയെ വെട്ടണം. വളരെ സിമ്പിൾ ജോലി ആണ് ഈ ബ്രാഹ്മിൻ ബോയ്ക്ക് കൊടുത്തത്. അയാളേറ്റു. ഹീ കെയിം. KCS മണി ഇവിടെ എത്തി, ബ്രാഹ്മിൻ ബോയ് ഇവിടെ എത്തി, വേലായുധൻ നാടാരും ഒക്കെ സഹായിച്ചു. തൈക്കാട് ഒരു പാസ് വാങ്ങി, പാസ് അന്ന് വേറൊരാളുടെ പേരിൽ പാസ് വാങ്ങി, തൈക്കാട് സീറ്റിലിരുന്നു. CP ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകെ നല്ല സീറ്റിൻ്റെ സെൻസ് അയാളെ CPയെ വെട്ടത്തക്കണമുള്ള സീറ്റിൽ ഇരുന്ന് അവസാനം ലൈറ്റ് കെടാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. വെട്ടി ആശുപത്രിയിലായി CP രാമസ്വാമി അയ്യർ. അപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായി വന്ന ഈ ബ്രാഹ്മിൻ ബോയ് ആണ് മണി എന്ന ശ്രീകണ്ഠൻ നായരുടെ സോക്കോൾഡ് വിസിറ്റർ. അങ്ങനെയുള്ളവരെ കൊണ്ടാണ് കാര്യങ്ങൾ പലതും സാധിച്ചിരുന്നത്. പാവം മണി മരിച്ച്
മണിയെ കൊന്നിട്ട് ഇപ്പോൾ ഒരു സ്മാരകം ചെറിയൊരു 4 കല്ലാണ് തൈക്കാട് ഗാന്ധിഭവൻ്റെ മുമ്പിലുള്ളത്. ആരും മണിയെ സ്മരിക്കുന്നില്ല, ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശരിക്ക് അയാളെ RSP ആണെന്നാണ് ആൾക്കാർ പറയണത്. അങ്ങേർക്ക് യാതൊരു രാഷ്ട്രീയവുമില്ല, ഒരു ജോലി അന്വേഷിച്ച് വന്ന മണി. പക്ഷേ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തെ ഒരു ജോലി ഏൽപ്പിച്ചു, ആ ജോലി ചെയ്തു കൃത്യമായിട്ട് എന്ന് മാത്രം. CP രക്ഷപ്പെട്ടു. എന്നാലും CPയുടെ മനസ്സിലൊരു തീരുമാനമുണ്ടായി, തിരുവിതാംകൂറിൽ ഇനി ദിവാനായിട്ട് തുടരണ്ട. അന്ന് ഇവിടെ മന്ത്രിയാവാനും ക്യാബിനറ്റിലെ അംഗമാകാനും റെപ്രസെൻറ്റേറ്റീവ് ആവാനും അംബാസഡർ ആകാനും ഒക്കെ ശ്രമിച്ച പല രാഷ്ട്രീയക്കാരെയും ഇഗ്നോർ ചെയ്തുകൊണ്ട് CP രാമസ്വാമിയാർ തീരുമാനിച്ചു പോകാൻ, നാട് വിടാൻ തീരുമാനിച്ചു. അല്ലെ അധികം സർദാർ പട്ടേലുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ട് സെപ്പറേറ്റ് രാജ്യം, തിരുവിതാംകൂർ ഒരു പ്രത്യേക രാജ്യമാകാനൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ആലോചിച്ച് വച്ചതായിരുന്നു. ഏതായാലും ഇനി വേണ്ട, നൂറുകണക്കിന് പാവപ്പെട്ടവരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് പുന്നപ്ര വയലാർ സമരം സ്റ്റേജ് ചെയ്യപ്പെട്ടത്. അത് 500, 1000, 1500 പേര് വരെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം വാരിക്കുന്തം വഴിയാണെങ്കിലും. ഈ 2 സ്റ്റേജിൽ, പുന്നപ്രയിലും വയലാറിലുമായിട്ട് 2 സ്റ്റേജാണ്. പുന്നപ്ര പോലീസ് സ്റ്റേഷൻ്റെ ആക്രമണമാണ് അതിൻ്റെ തുടക്കം. അതിനു മുമ്പ് ഒരു പൊതു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു 1122 തുലാം 4. തുലാം 7-നാണ് ചിത്രയുടെ ജന്മദിനം. തുലാം 7. തുലാം 4-നാണ് പൊതു സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്തു. ഒരു വാഹനമില്ല, നോ ജോലി, നോ ട്രേഡ്, നോ ബിസിനസ്, നോ ട്രാൻസ്പോർട്ട്. അങ്ങനെയുള്ളൊരു പൊതു സ്ട്രൈക്കിനെ തുടർന്നുള്ള ശ്രമമായിരുന്നു പുന്നപ്ര വയലാർ. ഏറ്റവും രസകരമായ സംഗതി, ഈ 2 ദിവസത്തിനും തലേ ദിവസം വൻ നേതാക്കന്മാർ, EMS ആയാലും കിഷോളായാലും സദാനന്ദനായാലും CC കുഞ്ഞനായാലും ഇതുപോലെയുള്ളവരൊക്കെ പാർട്ടിയുടെ ഓഫീസിൽ വന്നു. ഞങ്ങളൊക്കെ പുറകെ നിന്നാണ് സഹായിക്കാൻ പോകുന്നത്. പുറകെ നിൽക്കുള്ളൂ, കാരണം മുമ്പിൽ നിന്ന് ഞങ്ങൾ വെടിവെച്ച് കൊല്ലപ്പെടും. അതുകൊണ്ട് നിങ്ങൾ മുമ്പിൽ പോയി നിന്നോ, നിങ്ങളുടെ പരിരക്ഷ ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞാണ് ഇവരാഹാരം കഴിച്ച് പോകുന്നത്. ഇവരെ പരിരക്ഷിക്കാൻ, ഇവരെ സംരക്ഷിക്കാൻ, കൊല്ലപ്പെട്ടവരെ സംരക്ഷിക്കാനും അവരുടെ ബോഡി വേണ്ട വിധത്തിൽ അടക്കം ചെയ്യുന്നതിന് പോലുമോ ഒരു നേതാവും ഉണ്ടായില്ല എന്നുള്ള പച്ചപരമാർത്ഥം പിന്നീട് യദുകുലകുമാറിനെ പോലെയുള്ള പല അവരൊക്കെ എഴുതിയ പുസ്തകങ്ങളിലും ബയോഗ്രഫീസിലൊക്കെ കാണാം. അപ്പോൾ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഫുട് ഹോൾഡ്, ഒരു അടിത്തറ സെൻട്രൽ ട്രാവൻകൂറിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന് കുറേ ശ്രമിച്ചു, കുറേയൊക്കെ വിജയിച്ചു എന്ന് പറയാം. അതിൻ്റെ ആ കഥാതന്തുവിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജീൻ പോളിൻ്റെ എഫർട്ട് വളരെ, ഞാൻ ഇത് പറയാനാണെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള വകയുണ്ടെങ്കിലും അതിലേക്ക് പോകുന്നില്ല. ഇനിയും 3-4 പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദ്യം, നേരത്തെ പറഞ്ഞതുപോലെ സംവാദത്തിൻ്റെ രൂപത്തിൽ ചോദ്യം ഉത്തരം, അത് ഒറിജിനൽ കഥാപാത്രമായ കുഞ്ഞനായാലും ഡ്യൂപ്ലിക്കേറ്റായ സരസമ്മയായാലും രാമേന്ദ്രനായാലും വർഗീസായാലും ലതയായാലും സെലിലായാലും ഈ ഇത്തരം കഥാപാത്രങ്ങൾ വഴി, ഇതിൽ ചിലത് യഥാർത്ഥ കഥാപാത്രങ്ങളാണ്, ചിലത് ആർട്ടിഫിഷ്യലാണ്. ഇവരെപ്പറ്റി ഇവരുടെയൊക്കെ ഡയലോഗുകളായിട്ടാണ് ജീൻ ഈ പ്രധാനമായ പുന്നപ്ര വയലാർ സമരത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വായിച്ചുകൊണ്ട് പോകാൻ വളരെ രസകരമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ ബോറടി തോന്നുമില്ല. കുറേ അന്ന് ഇവർ ബുക്ക് തന്നിട്ട് ഞാൻ തന്നെ രാത്രി 1:30-2 മണി വരെ കുറേ അങ്ങനെ വായിച്ചതാണ്. അപ്പോൾ വായിക്കാൻ രസകരമായിട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കൊച്ചു മസാലകളൊക്കെ ജീൻ സൗകര്യപൂർവ്വം ചേർത്തിട്ടുണ്ട്. അത് ഒരു ബുക്കിൻ്റെ കഥാതന്തുവിന് ആവശ്യമാണ്. ചില മസാല നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയുള്ള മസാലകൾ. എന്നാലും ബേസിക് ഇഷ്യൂസിൽ നിന്ന് മാറിയിട്ടില്ല, മാറാതെ തന്നെ പോയിട്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഒരുപക്ഷെ KC ചെറിയാൻ്റെ ഇമ്മോർട്ടൽ പുന്നപ്ര വയലാറിനേക്കാൾ ബെറ്റർ ബുക്കാണ് ജീൻ പോളിൻ്റെ 1946 എന്ന് സധൈര്യം എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ പുന്നപ്ര വയലാർ PhD തീസിസ് എഴുതിയ ചെറിയാൻ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആദ്യം ചെയ്തത് ആർക്കിയോളജി കോഴ്സിന് ചേരുകയാണ് ചെയ്തത്. മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് ഒഴിവായി.
PKV കൈമൾ ICHR പോയോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ പുന്നപ്ര വയലാർ എന്ന വെരി സെൻസിറ്റീവ് ഇഷ്യൂ പബ്ലിക്കിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ചും നമ്മുടെ ഭരണകക്ഷികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവരാരും തയ്യാറില്ല. പലപ്പോഴും അവർ നയവഞ്ചകമായിട്ട് പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്, മുന്നോട്ടല്ല പോകുന്നത്. ധൈര്യമായിട്ട് നടന്നു ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറയാനുള്ള ജീനിൻ്റെ ആർജവം ഗവേഷകരായ ചെറിയാനോ കൈമളിനോ ഉണ്ടായില്ല എന്ന ദുഃഖസത്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വേളയിൽ. കാരണം ദിസ് എ ബുക്ക് ഓൺ ദിസ് പുന്നപ്ര വയലാർ ഇൻ ഇറ്റ്സ് സ്റ്റാർക്ക് റിയാലിറ്റീസ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ പുസ്തകത്തിന് പല എഡിഷൻസ് വരട്ടെ എന്നും കൂടുതൽ വായനക്കാരെ, ഇത് സൈസ് ഇത്തിരി വലുതായിപ്പോയി. ഞാൻ പറയുന്നത് ഇന്നത്തെ സെറ്റപ്പിലൊരു 250 പേജിൽ കൂടിയാൽ ആളുകൾക്ക് വായിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇതിലെ ചില ഭാഗങ്ങളൊക്കെ അടുത്ത എഡിഷനിൽ കളയണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഉണ്ടെങ്കിൽ ഒരു 250 ആണെങ്കിൽ കുറേ കൂടി ഗീതാമധു 1000 പേജിനൊരു ബുക്ക് എഴുതി ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതുപോലെ ആവരുത്. വിലാസിനിയുടെയും വലിയ 3300 പേജ് ആർക്കും വായിക്കാൻ പറ്റില്ല. തകഴിയുടെ ബുക്ക് ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മളൊരു റീസണബിൾ സ്റ്റാൻഡേർഡ് വച്ചുകൊണ്ട് ഒരു 250 പേജിനപ്പുറമുള്ളതോ ആക്കാതെ അതിനെ ക്രിസ്പാക്കണം. ഇതിൽ കുറേ സ്പേസിംഗ് ഉണ്ട്. സ്പേസ് എല്ലാ 2 വരികൾ തമ്മിലുള്ള സ്പേസ് വളരെ 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ചുണ്ട് ജീൻ്റെ ബുക്കിൽ. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ബുക്ക് കുറച്ചുകൂടി ചെറുതാക്കാം. പിന്നെ അത് കയ്യിൽ വെച്ചുകൊണ്ട് വായിക്കാനും പാടാം. ബൈൻഡിങ് ഈസ് വെരി പുവർ, ഐ മസ്റ്റ് സേ. പറയണതിലൊന്നും തെറ്റിദ്ധരിക്കരുത്. ബുക്ക് വായിക്കാനായിട്ട് കയ്യിൽ 2 ഇത് വച്ചുകൊണ്ട് വായിക്കാൻ പറ്റില്ല. 2 കൈയും വെച്ചാലേ പറ്റുള്ളൂ. 2 കൈയും വയ്ക്കത്തക്കോണുള്ള മെക്കാനിസവും മെഷീനറി ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിലില്ല. കൈകളും കാലുകളൊക്കെ അതുപോലെ മൂവ് ചെയ്യില്ല. ഇത് മുഴുവൻ വായിക്കണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം സെക്കൻഡ് എഡിഷനിൽ ഉണ്ടാവണം. ആശയങ്ങൾ ചിലതൊക്കെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ചിലത് ടോട്ടലി ഇറലവൻറ്റ് ആസ്പെക്ട്സും ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ഡെസ്പൈറ്റ് ഓൾ ദീസ്, ചെറിയാൻ്റെയും കൈമളിൻ്റെയും KC ചെറിയാൻ്റെയും ബുക്കിനേക്കാൾ നല്ലതാണ് ജീൻ പോൾ എന്ന തണൽക്കൂട്ടത്തിൻ്റെ ജീവാത്മാവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, പ്രിയരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. വേണമെങ്കിൽ 1 മണിക്കൂർ സംസാരിക്കാനുള്ള മെറ്റീരിയൽ കയ്യിലുണ്ട്. പക്ഷേ ഔചിത്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. ഇതിലൊരു കഥാപാത്രം പറയുന്നുണ്ട്, രണ്ടാം ലോകയുദ്ധം തുടങ്ങുമ്പോൾ ഇത് അനുകൂല സാഹചര്യമാണ്. അതീ പറയുന്നില്ല, പിന്നാലെ വരുന്ന അതിൻ്റെ പശ്ചാത്തലം പറയാം. ഇതൊരു അനുകൂല സാഹചര്യമാണ്. ജനകീയ മുന്നേറ്റത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പുറത്താക്കുക എന്നുള്ളതായിരിക്കണം. 35 മുതൽ 49 വരെയുള്ള കാലഘട്ടത്തിലെ മുഴുവൻ പേപ്പറും അവർ അവിടെ നിന്ന് പൊക്കിയിട്ട് വാർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക്, 2 വോളിയമുള്ളൊരു ബുക്ക് ഇറക്കി. ആ ബുക്കിൽ EMS സെൻട്രൽ കമ്മിറ്റിക്ക് എഴുതുന്നുണ്ട്, തീരുമാനം തെറ്റാണ്. ഒരു സായുധ കലാപം എന്ന് പറയുന്നത് ആൾനാശവും അപകടങ്ങളും വരുത്തി വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞ് EMS എഴുതുന്നുണ്ട്. ആ കത്തതിൽ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാർ പേപ്പേഴ്സിൽ 2 വോളിയം ഉള്ളതിൽ സെക്കൻഡ് വയലാർ സമരമാണ്, ജനകീയ സമരമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ പാകിയത് ആ സമരമാണ് എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ യദുകുലകുമാറിനെ കുറിച്ച് ഒക്കെ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞ വാർ പേപ്പേഴ്സ് അത് എന്നതുപോലെ തന്നെ ഞാൻ ഈ സമരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കൈമൾ സാറിൻ്റെയും മറ്റും പേപ്പർ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും ഞാനേറെ ആശ്രയിക്കുന്നത് ശ്രീധര മേനോൻ സാറിൻ്റെ കൃതിയാണ്. അതിനൊരു വ്യക്തിപരമായൊരു കാര്യം കൂടിയുണ്ട്. അതിന് കാരണം, ഞാൻ ചേറ്റൂർ ശങ്കർ നായർ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ 1997 സർ ശങ്കരൻ നായർ കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ 100ാം വാർഷികം ഒറ്റപ്പാലത്ത് 5 ദിവസത്തെ പരിപാടികൾ ആയിട്ട് വലിയ രീതിയിൽ സംഘടിപ്പിക്കുന്ന സമയത്ത് ശരിക്ക്
ഒന്നാം രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കേണ്ടിയിരുന്നത് 1996 അത് കേരളത്തിൽ ആരും ഓർത്തില്ല. അപ്പോൾ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡൻ്റായതിൻ്റെ 100-ാം വാർഷികവും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികവും ഈ മൂന്നും കൂടി ചേർത്ത് ഏപ്രിൽ 22 മുതൽ 26 വരെയുള്ള ഒറ്റപ്പാലത്തെ രാഷ്ട്രീയ സമ്മേളനം 23-ന് 24, 25, 26 തീയതികളിലാണ് 1921 ഏപ്രിൽ 21 മുതൽ 23 മുതൽ 26 വരെ നടന്നത്. ഞാൻ 22 മുതൽ 26 വരെ വെച്ച് നടത്തുകയും കേരളത്തിലെ പല സാംസ്കാരിക സമിതികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അന്ന് മനോരമയുടെ കെ എം മാത്യു, എഡിറ്ററായിരുന്ന കെ എം മാത്യു, അതുപോലെ ശ്രീധര മേനോൻ, ഇവരൊക്കെ ആയിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിന് ഉദ്ഘാടന പരിപാടിയിൽ ഉണ്ടായിരുന്നത്. അവിടെ ഈ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന വിഷയമാണ് ശ്രീധര മേനോൻ അവതരിപ്പിച്ചത്. ആ ശ്രീധര മേനോൻ അത് എഴുതി 100 പേജോളം പെൻസിലോട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഇങ്ങനെ വലിയ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇത് രാജശേഖരൻ, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഞാനിപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയ പെൻസിൽ കൊണ്ട് എഴുതിയ ആ പേപ്പേഴ്സ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒറ്റപ്പാലം രാഷ്ട്രീയ സമ്മേളനം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും മലയാളികൾ ലോകത്തിൻ്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഒറ്റപ്പാലം രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ വാർത്ത, 5 ദിവസത്തെ വാർത്ത എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ ഫൗണ്ടേഷൻ ചെറിയൊരു സംഘടനയാണെങ്കിലും അത് മലയാളികളുടെ വായനാശീലമുള്ള മലയാളികൾ അറിയുന്ന ഒരു സംഘടനയായി മാറാൻ ഞങ്ങളെ സഹായിച്ചത് മാധ്യമ സുഹൃത്തുക്കളാണ്. അതിനുശേഷമാണ് ശ്രീധര മേനോനോട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതാൻ നയനാർ മന്ത്രിസഭ ആവശ്യപ്പെടുന്നത്. 1 മാസം കൂടി, കാരണം അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് വച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഇത് പറയുന്നുണ്ട്. ഒറ്റപ്പാലം രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ 75-ാം വാർഷികത്തിൽ ഞാനിത് അവതരിപ്പിച്ചത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഉണ്ടായ വിവാദത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇത് ഗോവിന്ദപിള്ളയോടൊക്കെ ആലോചിച്ച് EMS ആലോചിച്ച് ഒക്കെ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീധര മേനോൻ അത് ഡിനൈ ചെയ്യുകയും വലിയൊരു വിവാദമായത് മാറുകയും ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് ചില ചരിത്രത്തിൻ്റെ മൗലികവാദികൾ ശ്രീധര മേനോനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു ടെക്സ്റ്റ് ബുക്ക് ചരിത്രകാരനാണ് എന്ന രീതിയിൽ പറയും. പക്ഷേ കൊള്ളാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരു നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനുശേഷം അദ്ദേഹം രേഖകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പുന്നപ്ര വയലാറിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന 2 or 3 കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്നുള്ളത്, CPയും പുന്നപ്ര വയലാറും, അങ്ങനെ പിന്നെ അതിൻ്റെ വേറെയും 3 കൃതികൾ അദ്ദേഹം സർ CP കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുസ്തകമുണ്ട്. അതാണ് അങ്ങനെ ഈ പുസ്തകങ്ങളാണ് ഞാൻ പുന്നപ്ര വയലാറിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ചത്. അതിൽ അദ്ദേഹം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം, ഒന്ന്, പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഇടക്കാല ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പുന്നപ്ര വയലാർ സമരം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ അവകാശവാദം എന്ന് പറയുന്നത് അമേരിക്കൻ മോഡലിനെതിരെ, അമേരിക്കൻ മോഡൽ എന്ന ആശയം കുറച്ച് നേരത്തെ ഉണ്ടെങ്കിലും പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയതിന് ശേഷം സർ CP രാമസ്വാമി അയ്യർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി ചെന്നൈയിൽ പോയ അദ്ദേഹത്തെ ഇവിടെ അതായത് അധികാര കൈമാറ്റത്തിൽ 3 ഓപ്ഷൻസ് ഉണ്ടാണ് പറയുന്നത്. ഒന്ന്, ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ കൂടെ ഇന്ത്യൻ യൂണിയനിലുണ്ടാവും, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കീഴിൽ, പിന്നെ നാട്ടുരാജ്യം. ഈ പറയുന്നത് രണ്ടും ബ്രിട്ടീഷ് പ്രവിശ്യകളുടെ കാര്യമാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാര്യത്തിലാണ്. നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യങ്ങൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ള ഒന്നുകിൽ പാകിസ്ഥാൻ്റെ കൂടെ ചേരാം, അതല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അതല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചാണ് ഈ അധികാര കൈമാറ്റത്തിന് നടപടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് കാശ്മീരിലെയും ജനഗഡിലെയും ഹൈദരാബാദിലെയും തിരുവിതാംകൂറിലെയും ഒക്കെ ഭരണാധികാരികൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ഈ പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയതിന് ശേഷം അദ്ദേഹം സർ CP മടങ്ങിപ്പോയ സർ CPയെ
ശരിക്ക് അമേരിക്കൻ മോഡലോ സ്വതന്ത്ര തിരുവിതാംകൂറോ സർ സി പിയുടേതല്ല എന്ന് ശ്രീധരമേനോൻ വളരെ വ്യക്തമായി തൻ്റെ കൃതികളിൽ സമർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് അമ്മ മഹാറാണിയും ചിത്തിര തിരുനാളും കൂടിയാണ്. അങ്ങനെയാണ് പിന്നീട് ഉണ്ടായ കാര്യങ്ങൾ. CP വെട്ടൊക്കെ കൊള്ളുന്നതിനൊക്കെ എത്രയോ മുമ്പ് അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ഇത് സംയോജനത്തിന് സമ്മതം അറിയിച്ചിരുന്നു എന്നാണ് ശ്രീധരമേനോൻ പറയുന്നത്. അപ്പോൾ ഇതാണ് പുന്നപ്ര വയലാറിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ പല കോണുകളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ കൃതിയിലൂടെ ജീൻ പോൾ ചെയ്യുന്നത്. ഒരു ചരിത്ര ആഖ്യായിക എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ മാർത്താണ്ഡവർമ്മയേക്കാൾ അല്ലെങ്കിൽ CV-യുടെ നോവലിനേക്കാൾ ചരിത്രവുമായി സത്യസന്ധത പുലർത്തുന്ന ഒരു കൃതിയാണ് ഈ 1946 എന്ന കൃതി. നമുക്കറിയാം, നമ്മൾക്ക് CV-യുടെ കുഴപ്പമല്ല. മാർത്താണ്ഡവർമ്മ അന്തരിച്ച് 170 വർഷത്തിന് ശേഷമാണ് രാജഭരണം വളരെ ശക്തമാകുകയും രാജാവിൻ്റെ ഉപ്പും ചോറും തിന്നുന്ന ആളുകളുടെ ഒരു വലിയ സമൂഹം ഉള്ളതിനിടയിൽ അതിനെതിരെ പറയാൻ കഴിയുമായിരുന്നില്ല. അന്നാണ് ഇങ്ങനെ ഒരു കൃതി അദ്ദേഹം എഴുതുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം അതിന് ഏതിനെയാണ് അദ്ദേഹം പറയുന്ന അനുസരിച്ച് എഴുതാൻ അത് ആ രാജാവിൻ്റെ കാര്യങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരു കൃതിയാണ്. അപ്പോൾ അതാണ് അത് മാത്രമല്ല, എനിക്ക് അത് ഇവരുടെയൊക്കെ മുന്നിൽ എനിക്ക് ചില സന്ദേഹങ്ങൾ കൂടി പറയാം. ഈ എട്ടുവീട്ടിപ്പിള്ളമാരെ കുറിച്ചും നമുക്ക് തിരുവിതാംകൂറിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ പാഠമാണ്. കാരണം നമ്മളൊക്കെ എട്ടുവീട്ടിപ്പിള്ളമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പേരൊക്കെ നമുക്കറിയാം. രാമനാമഠമുണ്ട്, മറ്റുണ്ട്. പക്ഷേ ഇവരാരുമല്ല. ഈ എട്ടുവീട്ടിപ്പിള്ളമാർ ആരും തിരുവനന്തപുരത്തുകാരല്ല. അവരൊക്കെ ആറ്റിങ്ങൽക്കാരാണ്. ആ ഒരു ചരിത്രാഖ്യായിക എന്ന നിലയിൽ ചരിത്രത്തോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുപോലെ തന്നെ ഈ ജീൻ പോൾ ഒരു ഡോക്യുമെൻ്ററികൾ എടുക്കും, ഷോർട്ട് ഫിലിം എടുക്കും. അതിനപ്പുറം അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു നോവൽ രചനയിലേക്ക് ഇറങ്ങുന്നത്. ഞാനൊരു സാഹിത്യ നിരൂപകനോ സാഹിത്യ ശാസ്ത്ര അറിയുന്നവനോ ഒന്നുമല്ല. പക്ഷേ എനിക്ക് നോവലൊക്കെ വായിച്ച് പരിചയം വെച്ചുകൊണ്ട് പറയുന്നു, നല്ല ക്രാഫ്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ വായനക്കാരെ പിടിച്ചിരുത്തി വായിപ്പിക്കാനുള്ള തന്ത്രവും കയ്യിലുണ്ട്. ഇതിൽ ചില സാങ്കല്പിക കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒരു രാധയോട് രാമൻകുട്ടിക്ക് ഒരു ഇഷ്ടം, ഒരു ശരിയായ ഒരു പ്രണയം. പക്ഷേ രാധയ്ക്കിഷ്ടം വർഗീസിനോടാണ്. ആ വിപ്ലവത്തിൻ്റെ തങ്ങൾ ഓരോരുത്തരും ഈ വിപ്ലവത്തിൻ്റെ തീജ്വാലയിലേക്ക് സ്വയം ആഹൂതി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മനുഷ്യരൊക്കെ അസാധാരണരായി മാറി. ചില സന്ദർഭങ്ങൾ ഒരു കലാപത്തിൻ്റേതാകട്ടെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലാകട്ടെ, സാധാരണ മനുഷ്യർ, സർവ്വസാധാരണമായി പാവങ്ങളായ മനുഷ്യർ പോലും അസാധാരണ മനുഷ്യരായി എൻ്റെ സഖാവ് മാത്രമാണ് നീ എന്ന് പറയുകയും ആ വർഗീസിനെ ഇഷ്ടപ്പെടുകയും താൻ ഋതുമതിയാകുന്നത് മുതൽ അങ്ങോട്ടുള്ള തൻ്റെ ജീവിതത്തിലെ കാമസങ്കല്പങ്ങൾ മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കുകയും ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു ചുഴലി പോലെ വർഗീസിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. അവിടെ ഇത് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ താന്ത്രിക രതിയുടെ, പഞ്ചമകാല പൂജയുടെ താന്ത്രിക രതിയുടെ തലങ്ങളിലേക്കൊക്കെ ഈ നോവൽ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോഴും ഈ പത്രോസ് ഒരു അധികം ബുദ്ധിയൊന്നുമില്ലാത്ത എന്നാൽ വിപ്ലവത്തിൽ വിശ്വസിച്ച ത്യാഗസമ്പന്നനായ ഒരു സാധാരണക്കാരൻ ഒരു ഡിക്റ്റേറ്ററായി മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം നമ്മൾ ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തിളക്കമുള്ളൊരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ ചരിത്രത്തിലുള്ള TV തോമസിനെയും മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം അവിടെ ഇതിനൊക്കെ നേതൃത്വം പ്രേരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് അത് ചരിത്ര സത്യവുമാണ്. അത് ഈ നോവൽ വ്യക്തതയോടെ, നമ്മളൊരു ചരിത്ര ലേഖനം എഴുതുന്നതിനേക്കാൾ വ്യക്തതയോടെ പാർട്ടി
അവിടുത്തെ പാവങ്ങളെ വഞ്ചിച്ചതിൻ്റെ ചരിത്രം വ്യക്തതയോടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ജന്മിമാരും ഇത് പള്ളിയും പിന്നെ മുതലാളിമാരും ഇവരൊക്കെ ചേർന്നിട്ട് ആ നാട്ടിലെ മനുഷ്യരുടെ സാധാരണ ജീവിതം ദുസ്സഹമാക്കിയതിൻ്റെ യഥാർത്ഥമായ ആ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. നമുക്കറിയാം, രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം 2 ലോകയുദ്ധങ്ങൾക്കിടയിലൊരു പട്ടിണി, അത് കഴിഞ്ഞിട്ട് ഈ യുദ്ധസമയത്തെ പട്ടിണി, മനുഷ്യജീവിതം ദുസ്സഹമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഇത്. അതുപോലെ ഈ നോവലിലും പറയുന്നുണ്ട്, ചരിത്ര വസ്തുത എന്ന് പറയുന്നതും ഈ ക്യാമ്പുകൾ പിരിച്ചുവിടാൻ പറയുന്നുണ്ട്. ആ പിരിച്ചുവിടാനുള്ള കാരണം പാർട്ടിയെയും ഇതിനെയും തമ്മിൽ, ഈ ഡിക്റ്റേറ്ററായ പത്രോസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് KC ജോർജാണ്. ഈ KC ജോർജ് കൊടുത്തയക്കുന്ന ക്യാമ്പ് പിരിച്ചുവിടാൻ വേണ്ടി കൊടുത്തയക്കുന്ന കത്ത് ക്യാമ്പിലെത്തുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കത്ത് പത്രോസിൻ്റെ കയ്യിൽ പോലും എത്തുന്നത്. അപ്പോൾ അപ്പോഴേക്ക് പിരിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒരുപാട് അട്രോസിറ്റീസ് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന്, കാരണം നിവർത്തികേട് കൊണ്ട് പറമ്പിലൊക്കെ കയറി നാളികേര വിടുകയും കരിക്കടക്കുകയും വാരിക്കുന്തങ്ങൾക്ക് വേണ്ടി കമുക് വെട്ടുകയും ഒക്കെ ചെയ്ത് തിരിച്ചു പോകാൻ കഴിയാത്ത അത്ര കണ്ട് ഇവർ അഡ്വാൻസ് ചെയ്തു പോയി. സ്വയം എരിഞ്ഞിറങ്ങുക, ആ നാശത്തിൻ്റെ സർവനാശത്തിൻ്റെയിലേക്ക് ആ സ്വയം നടന്ന് നീങ്ങിയ ആ വിപ്ലവകാരികളെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും തള്ളിപ്പറയുന്നത് മനുഷ്യത്വരഹിതമാണ്, അത് സാമൂഹ്യബോധത്തിനെതിരാണ് എന്ന് വ്യക്തതയോടെ ജീൻ പോൾ പറഞ്ഞു വയ്ക്കുന്നു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ചരിത്രകാരൻ ഡോക്ടർ MG ശശിഭൂഷൺ സാർ, ഇന്നിവിടെ ഉദ്ഘാടകനും പുസ്തകം പ്രകാശനം ചെയ്ത മുൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായ ശ്രീ TK നായർ സാർ, ചരിത്രകാരൻ ഡോക്ടർ TP ശങ്കരകുട്ടി നായർ സാർ, ഡോക്ടർ രാജശേഖരൻ, പ്രിയ നോവലിസ്റ്റും കഥാകൃത്തും പത്രപ്രവർത്തകനുമായ ശ്രീ വിനു എബ്രഹാം, നോവലിസ്റ്റായ ജീൻ പോൾ, പ്രിയപ്പെട്ട സദസ്സിലെ പ്രിയ ബന്ധുമിത്രാദികളെ, നമ്മുടെ കേരള സമര ചരിത്രത്തിൽ ഒരു വിപ്ലവകാണ്ഡമാണ് ശരിക്കു പറഞ്ഞാൽ ഈ പുന്നപ്ര വേലാർ സമരത്തിനുള്ള. ആ വിപ്ലവത്തിലെ യഥാർത്ഥ മുന്നണി പോരാളികളെ, അവരെ നേരിട്ട് കണ്ട് അതിൽ പലരുടെയും ശ്രീ ബെന്നിനെ പോലെയുള്ള ആൾക്കാരെ നേരിട്ട് കാണുകയും 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തോടൊപ്പം ആ പല സ്ഥലങ്ങളിലും ആ വിപ്ലവം നടന്ന പുന്നപ്രയിലും വയലാറിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായ, അദ്ദേഹത്തിൻ്റെ മുറയ്ക്ക് ഒരു അനന്തരവനായ സത്യനേശൻ നാടാർ ഒരു രാത്രി മുഴുക്കെ കാവലിരിക്കുന്ന ഒരു രംഗം അതിൽ വിശദീകരിക്കുന്നുണ്ട്. അത് ശരിക്കൊരു ഭാവനയൊന്നുമല്ല, അത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഇതെല്ലാം സത്യനേശൻ നാടാരെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. പ്രമുഖ നടനായ സത്യൻ, മഹാനായ നടൻ. അപ്പോൾ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ അന്നത്തെ ആ വിപ്ലവത്തിൻ്റെ ആ തീവ്രത ഭയങ്കരമാണ്. ഇവിടെ വിസ്മൃതിയിലാണ്ടുപോയ ഒട്ടേറെ സംഭവ കഥകളുടെ ഒരു സഞ്ചയമാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ. അത് കൃത്യമായി അതിൻ്റെ ആ ഒരു രൂപഘടന, ആ നോവലെന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിൽ വളരെ മനോഹരമായി അദ്ദേഹം അത് വളരെ കയ്യൊതുക്കത്തോടു കൂടി എഴുതി അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ 1946 അഥവാ 1946 എന്ന നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും എൻ്റെ പ്രിയ സുഹൃത്ത് എഴുതിയ ഈ നോവൽ ശ്രീ TK നായരുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതുപോലെ ആ പുസ്തകത്തിന് എല്ലാ ആശംസകളും, നോവലിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. എല്ലാവരും ജീൻ പോളിൻ്റെ മറുപടി പ്രസംഗത്തിനായി കാത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ അധ്യക്ഷൻ്റെ ആ ഒരു അവകാശം
ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ല. 2 വാക്ക് നോവലിനെ പറ്റിയും പുന്നപ്ര വയലാറിനെ പറ്റിയും. ഒന്ന്, ഇന്നത്തെ ഈ യോഗം ഒരു അർത്ഥവത്തായ ഒരു സമ്മേളനമായിട്ട് മാറിയത് 1946 പുന്നപ്ര വയലാറിനെ പറ്റി ഗൗരവമുള്ള ചില ചിന്തകൾ ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. അതിന് കാരണമാകട്ടെ ജീൻ പോളിൻ്റെ നോവലും. പുന്നപ്ര വയലാറിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരിൽ ഒരാളാണ് ഞാനും. അക്കാലത്ത് പട്ടാളക്കാരൻ പറഞ്ഞാൽ പോരാ, ഒരു ആർമി ഓഫീസർ ഇന്നും തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടില്ല. അദ്ദേഹം അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി പറയാൻ കൂട്ടാക്കാറില്ല. അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ല. പക്ഷേ ചില ദുർബല നിമിഷങ്ങളിൽ അന്ന് നടന്ന ചില കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഞാനതെല്ലാം കുറിച്ച് വയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുവാദം എനിക്ക് ഇനിയും കിട്ടിയിട്ടില്ല പ്രസിദ്ധീകരിക്കാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് മരണാനന്തരം പ്രസിദ്ധീകരിക്കുന്നതിനെപ്പറ്റി ആലോചിച്ചോളൂ എന്നാണ്. ജാപ്പ് വിരോധ കവിതകൾ അന്നത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാനും വായിച്ചിട്ടുണ്ട്. അതിലൊരു കവിത ഇങ്ങനെയാണ്: പോടാ പോടാ ജാപ്പേ, ക്ഷുദ്രമായ കവിത. അത് എഴുതിയ ആൾ പിന്നീട് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഏതായാലും ജപ്പാൻകാർ ആ കവിത വായിച്ചിട്ടായിരിക്കാം ഇങ്ങോട്ട് വരണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇങ്ങനെയുള്ള പരാജയങ്ങൾ ഉണ്ടാവാം. തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് പരാജയവും അനിവാര്യമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ ദൗത്യത്തെ നിസാരമായി കാണുന്ന ഒരാളല്ല. ഇന്നും നമ്മുടെ ഈ കേരളത്തിലെ അതിദരിദ്രരെന്ന് പറയുന്നത് മറ്റ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണെങ്കിൽ അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാർത്ഥകമായ ഇടപെടലുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങളിൽ പരാജയപ്പെട്ട ഒന്നായിരുന്നു, തെറ്റായ തീരുമാനമായിരുന്നു പുന്നപ്ര വയലാർ എന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല. ഇന്ന് മാത്രമല്ല, നേതാക്കന്മാർക്ക് തന്നെ ഈ പുന്നപ്ര വയലാറിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് യാതൊരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ സമരത്തിന് നേതൃത്വം കൊടുക്കാതെ മാറി നിന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അന്നത്തെ പ്രിൻസിലി സ്റ്റേറ്റാണ് തിരുവിതാംകൂർ. ആ പ്രിൻസിലി സ്റ്റേറ്റായ തിരുവിതാംകൂറിനും ഗൗരവമായ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് എത്ര പേരെയാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ അന്നത്തെ ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ തെറ്റായിരുന്നു. ഹിന്ദു പറയുന്ന ഒരു കണക്കുണ്ട്, 7000 പേരെന്നോ മറ്റോ ആണ്. അതിൽ നിന്ന് നിൽക്കട്ടെ, 500 പേരെന്നാണ് ജോർജ് പറയുന്നത്, സഖാവ് KC ജോർജ് പറയുന്നത്. ആ 500 എന്ന് പറയുന്ന സംഖ്യ പിന്നീട് ശ്രീധരമേനോനും അത് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ GOC ആയിരിക്കുന്ന പരമേശ്വരൻ പിള്ളയെ പറ്റി എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥത്തിൽ 100-ൽ താഴെ പേര് മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. അതെ, പാർട്ടി കുറച്ചാണ് പറഞ്ഞത്. കാരണം അതിനുണ്ടാകുന്ന ഒരു അതിൻ്റെ ഒരു റിയാക്ഷൻസിനെ പറ്റി പാർട്ടിക്കും ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇവിടെ പറയാത്തൊരു നോവൽ, വയലാർ മാധവൻകുട്ടിയും ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിൽ രക്തസാക്ഷികൾക്ക് വേണ്ടി അവിടെ ബലിയിടാൻ വരുന്ന ആളുകളുടെ ചില പ്രതികരണങ്ങൾ ആ നോവലിൽ പറയുന്നത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ഞാൻ പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കുകയല്ല, അല്ലെങ്കിൽ പുന്നപ്ര വയലാറിനെ പറ്റി നീണ്ട ഒരു പ്രഭാഷണത്തിൻ്റെ സന്ദർഭമേ അല്ല ഇത്. എങ്കിലും പറയട്ടെ, പുന്നപ്ര വയലാർ പ്രക്ഷോഭങ്ങൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോധപൂർവം അവതരിപ്പിച്ചതായിരുന്നു. അത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പാർട്ടിയെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു അപമതിപ്പിനെ തുടച്ചു മാറ്റുവാൻ കൂടിയായിരുന്നു. എനിക്ക് പരിചയമുള്ള ആൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ തൽക്കാലം രഹസ്യമായി സൂക്ഷിക്കുന്നു.
അദ്ദേഹം പറയുന്നത് ഇതിലേറ്റവും കൂടുതൽ ആർജവം കാണിച്ച 2 നേതാക്കന്മാരെ പറ്റിയാണ് അദ്ദേഹം എന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് TV തോമസിനെ പറ്റി, മറ്റൊന്ന് R സുഗതനെ പറ്റി. TV തോമസും R സുഗതനും ആദ്യം മുതലേ പ്രക്ഷോഭത്തിനെതിരായിരുന്നു. പുന്നപ്ര വയലാർ പ്രക്ഷോഭം പാടില്ല എന്ന് പാർട്ടി യോഗങ്ങളിൽ കൃത്യമായി പറയുകയും വിശദീകരിക്കുകയും ചെയ്ത 2 നേതാക്കന്മാർ ആയിരുന്നു TV തോമസും R സുഗതനും. P കൃഷ്ണപിള്ള അങ്ങനെയല്ല. ഞാനത് പറയുമ്പോൾ വേറെ പല നേതാക്കന്മാരും അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഈ വിപ്ലവം എന്ന ആശയത്തിന് പാർട്ടി ഫോറങ്ങളിൽ ഏറ്റവും കൂടുതൽ വാദിച്ചത്, വീറോടെ വാദിച്ചത്, അവർ പിന്നീട് നിശബ്ദത പാലിപ്പിച്ചു. കുറ്റകരമായ നിശബ്ദത പാലിപ്പിച്ച 2 സഹോദരന്മാരുണ്ട്. ഒന്ന് എസ് കുമാരൻ്റെ സഹോദരൻ. ഈ 2 ആളുകളാണ് ഈ ചെറിയ ചെറിയ യോഗങ്ങളിൽ വിപ്ലവത്തിന് ആഹ്വാനം കൊടുത്തത്. മൂന്നാമത്തെ ഒരാളാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സുശീല ഗോപാലൻ്റെ പിതാവ്. അപ്പോൾ ഈ 3 ആളുകളാണ് ഈ പുന്നപ്ര അവർ സത്യസന്ധമായി ഈ വിപ്ലവം നടക്കണം എന്നും ആക്രമണം നടക്കണമെന്നും വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ്. ഞാനിത് പറഞ്ഞത്, എസ് കുമാരൻ പിന്നീട് പാർട്ടി 2ആയി പിളർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് രാജ്യസഭയിലെ അംഗമായിട്ട് മാറുകയും ഒരു നിഷ്ക്രിയ അംഗമായിട്ട് ഡൽഹിയിൽ 6 കൊല്ലം കഴിയുകയൊക്കെ ചെയ്ത ആൾ ആയിരുന്നു ഈ അതിന് അദ്ദേഹം ഒരിക്കലും തൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് പറയുന്നില്ല. ഇങ്ങനെയുള്ള പല ആളുകളെ പറ്റിയും വാസ്തവത്തിൽ കേരള ചരിത്രം അറിഞ്ഞേ തീരൂ. അവരെ പറ്റിയുള്ള പഠനങ്ങൾ ഇനിയും ഉണ്ടാകുവാൻ ഒരുപക്ഷെ ചില ബാധ്യതകളുടെ പേരിൽ KC ചെറിയാന് അത് പറയാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ കൈമളുടെ പുസ്തകം ഞാനും വായിച്ചിട്ടില്ല. കൈമൾ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുറ്റകരമായൊരു തെറ്റാണ് ആ ചരിത്രകാരൻ ചെയ്തത് എന്ന് ഞാൻ പറയട്ടെ. ഇതൊക്കെ നമ്മുടെ പുതിയ തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുവാൻ ജീൻ പോളിൻ്റെ പുസ്തകം നിമിത്തമായി എന്നാണ് ഞാൻ കരുതുന്നത്. 1946 എന്ന പേര് തന്നെ വളരെ ആകർഷകവുമായിട്ടും അർത്ഥവത്തായിട്ടും എനിക്ക് തോന്നി. 1857 എന്ന് പറയുന്ന ജോർജ് ഓർവെലിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഛായയിൽ ആണ് വർഷം പറഞ്ഞത്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ആ നോവലിനെ പറ്റി ഞാൻ ഇതുപോലെയാണ്, വായിക്കാൻ പ്രയാസമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ വായിച്ചു പോകും, വായിച്ച് തീരുന്നത് അറിയില്ല. യഥാർത്ഥ കഥാപാത്രങ്ങൾ സാങ്കല്പിക കഥാപാത്രങ്ങൾ ഇടപഴകുന്നു. അതുമൊക്കെ വളരെ മനോഹരമായൊരു ക്രാഫ്റ്റിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സേവിയർ പോൾ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ആദർശവാനായ ഒരാൾ. അദ്ദേഹം നടത്തിയ ധീരമായ സമരങ്ങൾ ഡയോസിസിനെതിരായിട്ട്, ഇടവകയ്ക്കെതിരായിട്ട്, അതുപോലെ മറ്റു പലർക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് അന്നൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു. എന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അദ്ദേഹം പിരിഞ്ഞു. ഒരു സത്യസന്ധതയുടെ ആദർശത്തിൻ്റെയൊക്കെ ആൾരൂപമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും. അങ്ങനെയൊരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ജീൻ പോളിൻ്റെ ഈ പുസ്തകം തീർച്ചയായിട്ടും വരും നാളുകളിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ ന്യായമായി പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. പുന്നപ്ര വയലാർ അങ്ങനെ പെട്ടെന്ന് ആർക്കും അത് മൂടി വയ്ക്കാൻ ഒക്കുകയില്ല. വളരെ അതിവിദഗ്ധമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ, പിന്നിൽ പ്രേരിപ്പിച്ചവരെ, ഇളക്കി വിട്ടവരെ ഒക്കെ തന്നെ ഇതിൻ്റെ നേതാക്കന്മാരാണെന്ന് വീരവാദം പറയുന്ന ആളുകൾ, അവരെ പറ്റി കൂടിയൊക്കെ ഉണ്ടല്ലോ, പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകൾ, അതെല്ലാം ശരിയാണ്. അവരെയൊക്കെ തന്നെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതിഭീകരമായ ദാരിദ്ര്യത്തെപ്പറ്റി, തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യത്തെപ്പറ്റി, ആ ദാരിദ്ര്യത്തോട് കാണിച്ച ഒരു നിസ്സംഗതാഭാവം അന്നത്തെ ഭരണകൂടത്തിൻ്റെ, ഞാൻ അപ്രിയമായ സത്യം ഈ വേദിയിലും ആവർത്തിക്കുന്നതിന് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും സന്ദർഭം ഇതായതുകൊണ്ട് പറയുകട്ടെ. CP രാമസ്വാമി അയ്യരെ ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ തിരുവിതാംകൂറിലെ രാജകുടുംബത്തിന് കഴിഞ്ഞില്ല.
അതാണ് പുന്നപ്ര വയലാറിലും സംഭവിച്ചത്. CP രാമസ്വാമി അയ്യർ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കും. ശരിയുടെ ഒരാൾ രൂപമാണ് CP രാമസ്വാമി അയ്യർന്ന് തിരുവിതാംകൂർ രാജകുടുംബം തെറ്റിദ്ധരിച്ചു പോയി. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കറിയാം. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പുന്നപ്ര വയലാർ സംഭവം കഴിഞ്ഞതിന് ശേഷവും CP രാമസ്വാമി അയ്യർക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. 1948 സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കുന്ന വേളയിലും ഞാൻ ഈ പറയുന്ന പട്ടാള ഓഫീസർ ചിത്ര തിരുനാളിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് ശുദ്ധനായ ചിത്ര തിരുനാളിനെ, ഞാനത് എടുത്തു പറയട്ടെ, താരതമ്യേന ആലോചിക്കുമ്പോൾ നിഷ്കളങ്കനായ ചിത്ര തിരുനാളിനെ പിന്നിൽ നിന്ന് എരിവ് കയറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് CP രാമസ്വാമി അയ്യരെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് നമുക്ക് ബോംബുകൾ വിലയ്ക്ക് വാങ്ങിക്കാം. എന്ന് ആലോചിച്ച് നോക്കൂ, തിരുവിതാംകൂർ എന്ന് പറയുന്ന കൊച്ചു രാജ്യം അമേരിക്കയിൽ നിന്ന് എയർക്രാഫ്റ്റുകൾ വാങ്ങിക്കാം, ബോംബുകൾ വാങ്ങിക്കാം. സർദാർ പട്ടേലിനെയൊക്കെ എനിക്കറിയാം. പട്ടേലൊക്കെ എത്രമാത്രമൊക്കെ പിന്നെ വരുമെന്നൊക്കെ അറിയാം എന്നൊക്കെ വീരവാദം കൊട്ടാരത്തിലിരുന്ന് പൂന്തോട്ടത്തിലിരുന്നു കൊണ്ട് പറയുകയും ശുദ്ധഗതിക്കാരനായ ചിത്ര തിരുനാളിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യൻ എയർഫോഴ്സ് കൊച്ചിയിലെ മിലിറ്ററി വിമാനത്താവളത്തിലായിരിക്കും വരുന്നത്. അങ്ങനെ കൊച്ചിയിലെ വിമാനത്താവളത്തിൽ വരുമ്പോൾ അവർ അഡ്വാൻസ് ചെയ്യും തിരുവിതാംകൂറിലേക്ക്. ആ സമയത്ത് അവരെ ഫലപ്രദമായി നേരിടാനായിട്ട് ഞാൻ ആർമിക്ക് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. തിരുവിതാംകൂറിലെ ആർമിയുടെ ആകെ സംഖ്യ എത്രയാണെന്നറിയാമോ? 2000 പേര്. ഇന്ത്യൻ എയർഫോഴ്സിനോട്, സുശക്തമായ ഇന്ത്യൻ ആർമിയോട് പിന്നെ എതിരിടാനായിട്ട് ആ 2000 പേരിൽ 1000 പേര് സുദർശൻ ഗാർഡാണ്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ ബ്യൂഗിൾ വായിക്കുക, പിന്നെ മൃഷ്ടാന്നമായിട്ട് ആഹാരം കഴിക്കുക, പിന്നെ തിരുനാൾ മംഗളം പാടുക. ഇതൊക്കെയാണ് അവർക്ക് കഴിയാവുന്ന ആകപ്പാടെയുള്ള കലാപരിപാടി. അവരെ ആലുവയിൽ ക്യാമ്പ് ചെയ്യിപ്പിച്ചു. ആലുവയിൽ ക്യാമ്പ് ചെയ്യിച്ചത് എയർഫോഴ്സ്. എന്നിട്ട് പറഞ്ഞു, പുന്നപ്ര വയലാർ ഭാഗത്ത് കൂടി അവർ വരണ്ട. അവിടെ ആ ഭാഗത്ത് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുയായികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുയായികളെ നമുക്ക് ട്രാവൻകൂർ ആംഡ് ഫോഴ്സസിനെ സഹായിക്കുകയില്ല. അതുകൊണ്ട് ട്രാവൻകൂർ ആംഡ് ഫോഴ്സ് ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ വഴി, ഞാൻ ബാക്കി പറയുന്നില്ല, ഈ നേവൽ പിന്നെ എയർ സ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുക. എന്തൊരു മണ്ടത്തരമാണ് പറഞ്ഞത്. CP രാമസ്വാമി അയ്യർ പറഞ്ഞു എന്നത് നമ്മൾ മറക്കരുത്. പക്ഷേ CP പിന്നീട് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ വന്നപ്പോൾ ഞാൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനോട് കുറച്ച് അതിരുകവിഞ്ഞ ശക്തി പ്രകടനമാണ് നടത്തിയത് എന്ന് പട്ടം താണുപിള്ളയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു. അത് പുന്നപ്ര വയലാറിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പട്ടം താണുപിള്ളയോട് താൻ ഒരു അനീതി, പട്ടത്തെ ഞാൻ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് ഒരു നല്ല വർത്തമാനം പറഞ്ഞെന്നേ ഉള്ളൂ. CP രാമസ്വാമി അയ്യർ ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, തിരുവിതാംകൂറിൻ്റെ ആധുനിക കേരളത്തിന് ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു ഭരണാധികാരിയാണ്. അതൊരു വശമാണ്. പക്ഷേ അധികാരം ഭ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു, മത്ത് പിടിപ്പിക്കുമായിരുന്നു, ലഹരി പിടിപ്പിക്കുമായിരുന്നു. ആ അധികാരത്തിൻ്റെ ലഹരിയിൽ എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം കാണിച്ച കടും കൈകൾക്ക് നിങ്ങൾ മതിയാക്കൂ എന്ന് പറയുവാൻ അന്ന് രാജകുടുംബത്തിലും ആരും ഉണ്ടായിരുന്നില്ല. അതിരിക്കട്ടെ, ഇതല്ലല്ലോ വിഷയം. പുന്നപ്ര വയലാർ ആരൊക്കെ വിചാരിച്ചാലും കേരള ചരിത്രത്തിന് അത് മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും കാത്തിരിക്കുന്ന ശംഭു 2 വാക്ക് പറയുന്നു. വരൂ ശംഭു, വരൂ. ബഹുമാന്യരെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ബഹുമാന്യ സദസ്സ്, എല്ലാവരെയും ഹൃദയാദരപൂർവ്വം നമസ്കരിക്കുന്നു. ഇത് ഞങ്ങൾ തണൽക്കൂട്ടം
സൊസൈറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജിനെ സംബന്ധിച്ച് വളരെ അനർഘമായ നിമിഷങ്ങളാണ്. ഞങ്ങളുടെ തണൽക്കൂട്ടത്തിൻ്റെ വളരെ പ്രധാനിയായ ഒരു സംഘാടകൻ, അദ്ദേഹം ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം രംഗത്തൊക്കെ വളരെ വ്യക്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനപ്പുറം സർഗാത്മക രചന അല്ലെങ്കിൽ ഒരു നോവൽ, അതും കേരളത്തിൻ്റെ ചരിത്രത്തെ വളരെ തീക്ഷ്ണമായ ഒരു ചരിത്രത്തിലെ തീക്ഷ്ണമായ ഒരു ഏട്, അതിൻ്റെ വസ്തുതകളെ വളരെ വർഷങ്ങൾ നീണ്ട അത്യധ്വാനത്താൽ മനസ്സിലാക്കുകയും അതിൽ സർഗാത്മകത സന്നിവേശിപ്പിച്ച് മികച്ച ഒരു സർഗാത്മക കൃതിയായി, എന്നാൽ ആ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളെ സത്യസന്ധമായി വരച്ചിടുകയും ചെയ്തിട്ടുള്ള ഒരു കൃതിയാണത്. ഇത്തരത്തിലുള്ള ഒരു കൃതി ഞങ്ങളുടെ ഒരു സഹയാത്രികൻ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ മഹത്തുക്കളുടെ കരങ്ങൾ കൊണ്ട് പ്രകാശിതമാക്കാൻ കിട്ടിയ ഈ ഒരു വേള ഞങ്ങൾക്ക് വളരെ ഹൃദയപൂർണ്ണമാണ്. ഞാൻ ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ പ്രൗഢമായ സംഭാഷണങ്ങൾ ഇവിടെ നടന്നു. അതിൽ ശ്രീ വിനു എബ്രഹാം സാറ്, നോവലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ ഊന്നാൻ ആഗ്രഹിക്കുന്നത്. ആ നോവലിനെ സംബന്ധിച്ച്, ആ നോവലിൻ്റെ കരുത്തിനെ സംബന്ധിച്ച്, ആ നോവലിൻ്റെ സർഗാത്മകതയെ സംബന്ധിച്ച് വളരെ വലിയ എന്താ പറയുക, വളരെ നെഞ്ചേറ്റാൻ തക്ക തരത്തിലുള്ള വളരെ നോട്ടബിളായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ആ നോവലിൻ്റെ മൗലികതയെ സംബന്ധിച്ച്, നോവലിൻ്റെ സർഗാത്മകതയെ സംബന്ധിച്ച്. അപ്പോൾ വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ വേദിയിൽ ഞങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കർത്തവ്യം കൂടി നിർവഹിക്കുകയാണ്. കേരളത്തിലെ ചരിത്രശേഷിപ്പുകളെ, കേരളത്തിൻ്റെ പൈതൃകത്തെ, അതിനെ വരുന്ന തലമുറയ്ക്ക് ഭംഗിയായി കൈമാറി കൊടുക്കണമെന്നും നമ്മുടെ പൈതൃകത്തിൻ്റെ കാവൽക്കാർ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാർ നമ്മൾ ഈ സമൂഹം തന്നെയാണെന്നും ഉത്തമ ബോധ്യമുള്ള ഈ പ്രസ്ഥാനം തണൽക്കൂട്ടം സൊസൈറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് കഴിഞ്ഞ വർഷം 1ാം പൈതൃക കോൺഗ്രസ് തിരുവനന്തപുരത്ത് വച്ച് സംഘടിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങൾ 2ാം പൈതൃക കോൺഗ്രസിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ തന്നെ വളരെ പ്രൗഢമായിരുന്ന കാന്തളൂർ ശാല എന്ന ഒരു സാംസ്കാരിക കേന്ദ്രം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ദശകങ്ങൾ അത് വളരെ അമൂല്യമായ ഒരു പഠന കേന്ദ്രമായി കേരളത്തിൽ തിരുവനന്തപുരത്ത് പരിലസിച്ചിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള ശേഷിപ്പുകൾ അല്ലെങ്കിൽ ചരിത്ര ശേഷിപ്പുകൾ വളരെ അത് ലഭ്യമല്ലെങ്കിലും അതേക്കുറിച്ച് വളരെ വലിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ പല വഴിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല തരത്തിൽ ഞങ്ങൾ അതിനുള്ള അന്വേഷണത്തിലാണ്. ഈ വരുന്ന 2ാം പൈതൃക കോൺഗ്രസ് കാന്തളൂർ ശാലയെ സംബന്ധിച്ചും ഞങ്ങൾ ഈടുറ്റ അന്വേഷണങ്ങൾ നടത്തുവാൻ ഉള്ള ശ്രമത്തിലാണ്. ഒപ്പം മറ്റ് ഈ പൈതൃക സംരക്ഷണ സംബന്ധിയായിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ഈടുറ്റ പ്രബന്ധങ്ങളും ഞങ്ങൾ ഈ പൈതൃക കോൺഗ്രസ്സിൽ അവതരിപ്പിക്കും. അതിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ പൈതൃക കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൈതൃകത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ 2 ബഹുമാന്യ നമ്മളോടൊപ്പമില്ലാത്ത മഹത് വ്യക്തികളെ തണൽക്കൂട്ടം എന്ന് പറയുന്ന ഈ എളിയ സംഘടന ആദരിക്കാൻ കിട്ടിയ ഒരു അവസരമെന്ന് കൂടി ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രൊഫസർ ഗുപ്തൻ നായർ സാർ, അതുപോലെ കിഴക്കേമഠം ഗോവിന്ദൻ നായർ സാർ, ഇവർ 2 പേരും ഈ കേരളം അല്ലെങ്കിൽ മലയാളത്തിന്
വളരെ അമൂല്യമായ മൂല്യവത്തായ സംഭാവനകൾ നൽകിയ രണ്ട് ഉന്നത വ്യക്തിത്വങ്ങളാണ്. ഈ എസ് ഗുപ്തൻ നായർ സാർ, അദ്ദേഹവും അതുപോലെ തന്നെ ഗോവിന്ദൻ നായർ സാറും ഇവരൊന്നും ഒരു തരത്തിലുള്ള മുഖവരയ്ക്കും ആമുഖത്തിനും ആവശ്യമുള്ള ആൾക്കാരല്ല. അപ്പോൾ ഞങ്ങൾ തണൽക്കൂട്ടം മരണാനന്തര ബഹുമതി എന്നോണം ഞങ്ങളുടെ ഈ എളിയ സംഘടന കൂടി കൂടുതൽ ബഹുമാനിതരാകും എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഗുപ്തൻ നായർ സാറിനും തണൽക്കൂട്ടം സൊസൈറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ പൈതൃക കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഉപഹാരം സമ്മാനിക്കുകയാണ്. ഗുപ്തൻ നായർ സാറിൻ്റെ മകൻ കൂടിയായ ഞങ്ങളുടെ തണൽക്കൂട്ടത്തിൻ്റെ ഉപദേഷ്ടാവ് ശശിഭൂഷൺ സാറിനെ ഞങ്ങളുടെ ഈ ഉപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ശ്രീ ശശിഭൂഷൺ സാറ് അത് ഏറ്റുവാങ്ങുകയും TK നായർ സാർ അത് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്യും. യശസ്വരനായ കിഴക്കേമഠം ഗോവിന്ദൻ നായർ സാർ നമ്മുടെ അനന്തപുരിയിലെ ചരിത്ര കുതികൾക്ക്, ചരിത്രാന്വേഷകർക്ക് ഒട്ടും തന്നെ അന്യനല്ലാത്ത, അല്ലെങ്കിൽ വളരെ മൂല്യവത്തായ രേഖകളുടെ ഒരു കാവൽക്കാരനായി അനന്തപുരിയിൽ ഈ പറയുന്ന രാജാധികാരം ജനാധിപത്യത്തിന് വഴിമാറിയപ്പോഴും ഈ പറയുന്ന രാജഭരണകാലത്തെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ മൂല്യവത്തായ സംഭവഗതികളെ സംബന്ധിച്ചും ഒപ്പം അത് ഈ പറയുന്ന ജനാധിപത്യത്തിന് എങ്ങനെയാണ് അത് വഴിമാറിക്കൊടുത്തത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ വളരെ ഈടുറ്റ രചനകൾ കൂടി നടത്തിയ കിഴക്കേമഠം ഗോവിന്ദൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ പ്രതാപൻ ചേട്ടൻ, ഞങ്ങളുടെ ഈ ഉപദേഷ്ടാക്കളിൽ ഒരാളായ പ്രതാപൻ ചേട്ടൻ ആ പാത പിന്തുടരുന്നുണ്ട്, ചരിത്ര ഗവേഷണത്തിലും പൈതൃക കാര്യത്തിലും. അപ്പോൾ കിഴക്കേമഠം ഗോവിന്ദൻ നായർ സാറുടെ പേരിലുള്ള ആ ഉപഹാരം സ്വീകരിക്കുവാൻ വേണ്ടി കിഴക്കേമഠം പ്രതാപൻ ചേട്ടനെ ക്ഷണിക്കുകയാണ്. നൽകുവാൻ വേണ്ടിയിട്ട് ബഹുമാന്യനായ TK നായർ സാറിനെയും ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലെയും ബഹുമാനീയരായ, സത്യത്തിൽ ഇതുമായിട്ടുള്ള യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഈ തണൽക്കൂട്ടം ആൾക്കാരെ എന്നെ ഈ രംഗത്തോട്ട് കൊണ്ടുവന്നു. ജീൻ പോളുമായിട്ടുള്ള പരിചയവും സാഹിത്യപരമായിട്ട് സാറ് ഇവിടെ വന്ന് ഇവരോടൊക്കെ ചേർന്ന് നിന്ന് ഈ പുരാവസ്തു ഗവേഷകരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് ഇപ്പോഴാണ് പഠിക്കുന്നത്. ഈ പ്രായത്തിൽ ഇവരോടൊപ്പം ചേർന്ന് വരുന്നതും ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരോട് നിൽക്കാൻ കിട്ടിയത് തന്നെ ഞാനൊരു മഹാഭാഗ്യമായിട്ട് കാണുകയാണ്. ജീൻ പോളിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഈ ഹെറിറ്റേജിൻ്റെ ആദ്യത്തെ വാർഷികമായിട്ടാണ് ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ ശശിശേഖരൻ്റെ അയൽവാസിയും റെസിഡൻസിയിലൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ വന്ന് ഈ ഒരു മഹാഭാഗ്യത്തിൽ ഞാൻ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ എന്താ പറയുക, ഇന്നത്തെ വളരെ സമ്പൂജ്യമായ ഒരു വേദിയും നമ്മളിവിടെ വളരെ ഇത്രയും സമയം എങ്ങനെ നേരം പോയി എന്നറിയാതെ ലയിച്ചിരുന്ന് കേൾക്കാൻ സാധിച്ചു എന്നതാണ് വളരെയധികം സന്തോഷം തോന്നുന്നു. ആദ്യമേ തന്നെ ജീൻ പോളിന് എല്ലാവിധ ആശംസകളും. ഈ പുസ്തകം ഒരുപാട് എഡിഷനുകൾ ഇങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എത്തി വളരെയധികം അംഗീകാരങ്ങളും എല്ലാം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ജീൻ പോളിനുണ്ടാകട്ടെ. മേൽക്കുമേൽ ഇനിയും ഇതുപോലെ പുസ്തകങ്ങൾ രചിക്കാനുള്ള കഴിവും ഉണ്ടാകട്ടെ. ഇപ്പം അംബികമ്മ പറഞ്ഞതുപോലെ തന്നെ പുസ്തകം വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്ന് അറിയില്ലെങ്കിലും എനിക്ക് ഒരു ദിവസം കാണിച്ചു തന്നായിരുന്നു ആ പുസ്തകം. ഞാൻ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ അയ്യോ ഇംഗ്ലീഷ് പുസ്തകമാണോ എന്നാണ് ആദ്യം ചോദിച്ചത്. പക്ഷേ എല്ലാവരും പറഞ്ഞ് വളരെ വായനാസുഖം തരുന്നതാണ്, അത് വായിച്ചു പോകാൻ വളരെ, അതുകൊണ്ട് എന്തായാലും ഇംഗ്ലീഷ് പുസ്തകമായാലും അത് വാങ്ങി വായിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ പുസ്തക ചർച്ച
സഹായകമായി എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇന്നിപ്പം പുന്നപ്ര വയലാറിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വെച്ച് അവരൊന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് വളരെ നല്ലൊരു പുസ്തകമാണെന്ന് പറഞ്ഞു. അതുതന്നെ ജീനിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. പുന്നപ്ര വയലാറിനെ കുറിച്ച് ഇവരെല്ലാവരും പുന്നപ്ര വയലാർ സമരത്തെ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഔദ്യോഗിക കാലഘട്ടത്തിലേക്ക് പോയി. ഞാൻ സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്തത്. 93 സർവീസിൽ വന്നപ്പോൾ ഞാൻ ആദ്യം എന്നെ പോസ്റ്റ് ചെയ്ത് ഫ്രീഡം ഫൈറ്റേഴ്സ് സെക്ഷനിലാണ്. 96 നായനാർ മിനിസ്ട്രി വന്ന സമയത്ത് ഈ പുന്നപ്ര വയലാറിൻ്റെ 50-ാം വാർഷികം നടക്കുകയാണ്. ഒരു പറ്റ ആളുകൾ കുറേ റെപ്രസെൻറ്റേഷനുമായിട്ട് പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നായനാർ സാറിൻ്റെ മുന്നിൽ വരികയും അവർ ആ പേപ്പറും കൊണ്ട് സെക്ഷനിൽ വരികയും ചെയ്തത് ഞാനിപ്പോൾ ഇരുന്ന് ആലോചിച്ച് പോയി. പക്ഷേ നമുക്ക് കിട്ടുന്ന പേപ്പറുകൾ നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം കളക്ട്രേറ്റിൽ അയക്കും, റിപ്പോർട്ട് വരുത്തും. അങ്ങനെയാണ് ഞാൻ അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 99 വരെ കണ്ട് ആ സെക്ഷനിലിരുന്നു. 98 വരെയും കളക്ട്രേറ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ റിപ്പോർട്ടുകൾ വായിക്കുമ്പം ഇതുപോലെ വിദഗ്ധന്മാർ പുന്നപ്ര വയലാറിനെ കുറിച്ച് പഠിച്ച് അത് സ്വാതന്ത്ര്യ സമരമാണോ അല്ലേ എന്ന് ഓരോരുത്തരും എഴുതി അയക്കുന്നത് അത് കണ്ടപ്പോഴാണ് അന്നാണ് ഞാൻ ഈ പുന്നപ്ര വയലാർ എന്തോ ആണെന്ന് ശരിക്കും എന്താ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുന്നപ്ര വയലാർ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പഠിക്കാൻ തോന്നിയിട്ടില്ല. 96 നായനാർ സാറ് തലശ്ശേരി മട്ടന്നൂർ സമരത്തിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. പക്ഷേ അതിന് ഇതുപോലെ നെഗറ്റീവ് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നെങ്കിലും സാർ അതിനകത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എന്താണ് സഹാക്കളായ അബുവും ചാത്തുക്കുട്ടിയും വെടിയേറ്റ് മരിച്ച തലശ്ശേരി മട്ടന്നൂർ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കണമെന്ന്. പക്ഷേ ഈ പുന്നപ്ര വയലാർ സമരവും സാറ് തന്നെ മുൻകൈ എടുത്ത് എനിക്ക് തോന്നുന്നു 98 എനിക്ക് ശരിക്കും ഓർമ്മയില്ല. 98 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കുന്നത് അതിനെ. പക്ഷേ അതിനകത്ത് അവസാനം കണ്ടെത്തുന്നത് ഇത് തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമാകണം എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടെ ബ്രിട്ടീഷ് അധിനിവേശം മാറണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിലും ഇപ്പോൾ ഇവർ ഇപ്പോൾ ഇവിടെ സംസാരിച്ച് വെച്ചിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഇതിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിലൊരു ഭാഗം കൂടെ ആയിട്ട് വന്നതിനെക്കുറിച്ച് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടാണത് വരുന്നത്. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. CP നായർ സാർ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണ്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇനിയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് സമരങ്ങൾ അംഗീകരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പുന്നപ്ര വയലാറിനെ കുറിച്ച് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ഇനിയിപ്പം കുറേ നാൾ ഇതിനെക്കുറിച്ചൊന്നും കേൾക്കാതിരുന്നതാണ്. അപ്പോൾ ഇപ്പം ജീൻ പോളിൻ്റെ ഒരു പുസ്തകം വീണ്ടും പുന്നപ്ര വയലാർ എന്താണെന്ന് മനസ്സിലാക്കാനും കുറേ കാര്യങ്ങൾ ഇന്ന് എനിക്കറിയാത്ത ഒരുപാട് വിവരങ്ങൾ പലരും പറഞ്ഞിപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കേട്ട്. ഇപ്പോൾ യദുകുമാറിൻ്റെ പുസ്തകമൊക്കെ വായിക്കാൻ തോന്നുന്നു. ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഞാൻ ഇങ്ങനത്തെ ബുക്കുകളൊന്നും വായിച്ച് നോക്കിയിട്ടില്ല. ഇഷ്ടമാണ് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്ന് ഈ ഫയൽ നോക്കുന്ന സമയത്ത് പുന്നപ്ര വയലാറിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്, പിന്നെ കേട്ടിട്ടേ ഇല്ല. 98 എൻ്റെ ഓർമ്മ. ഞാൻ ഓർമ്മ വെച്ച് പറയാം 98 അത് പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമരം അംഗീകരിച്ചത്. ഇപ്പോഴും ഒരു സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി അതെന്താ നോവലിൻ്റെ ഭാഷയിൽ ഭാവനയും കൂടെ ചേർത്തപ്പം ജീൻ്റെ ഭാവനയും കൂടെ അതിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും. എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം. എന്തായാലും ജീനിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയ സുഹൃത്തുക്കളെ, തുലവും നിസ്സാരമായി പോകാമായിരുന്ന ഒരു സായാഹ്നത്തെ ഇത്രയേറെ ഭംഗിയാക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ഈ മഹാരഥന്മാരായിട്ടുള്ള വ്യക്തികൾ അവർ എനിക്ക് വേണ്ടി ഇവിടെ ഒന്ന് ചെലവഴിച്ച ഈ സമയം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അതിന് ഞാൻ ആദ്യം അവരോടെല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പേരുകൾ എടുത്തെടുത്ത് പറയണം. ശ്രീ TK നായർ സാർ, അദ്ദേഹത്തിന് ഞാൻ പോയി കാണുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ്. അദ്ദേഹം മറിച്ചൊരു വാക്കുപോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇന്നത്തെ ദിവസം വരാമെന്ന് ഏറ്റു. അദ്ദേഹം വന്നു, അദ്ദേഹം ഭംഗിയായിട്ട് കാര്യം നിർവഹിച്ചു. ഒരു ശശിഭൂഷൺ സാർ, ഗുരുതുല്യനായ മനുഷ്യനാണ് ശശിഭൂഷൺ സാർ. എൻ്റെ ഈ പുസ്തകം ഞാൻ ആദ്യം കൊണ്ടുവന്ന് കാണിക്കുന്ന ശശിഭൂഷൺ സാറിനെ, എൻ്റെ DTP എടുത്തിട്ട് കൊണ്ട് കാണിക്കുന്നത്. അതിനൊരു വ്യക്തമായൊരു ആമുഖം എഴുതി തന്നത് അദ്ദേഹമാണ്. എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം, എന്നെപ്പോലെയൊക്കെ നിസ്സാരന്മാരായിട്ടുള്ള മനുഷ്യർക്ക് അവർ തരുന്നൊരു വിലയുണ്ട്, ഒരു വാല്യൂ. അത് എത്രമാത്രം വലുതാണെന്നുള്ളത് ഞാൻ അന്നേരം മനസ്സിലാക്കുന്നത്. അതിന് ഞാൻ സാറിനോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.
പിന്നെ വിനു എബ്രഹാം. വിനുവിനെ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് കാണുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് കണ്ടത്. പ്രതാപൻ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. വിനുവിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ വരാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വന്നു. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഇവിടെ നിന്ന് നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചു. അതിൽ എനിക്ക് നന്ദിയുണ്ട്. ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. രാജശേഖരൻ നായർ സാർ, ഞാൻ കണ്ടതിൽ നന്മയുള്ളൊരു മനുഷ്യനാണ് രാജശേഖരൻ സാർ. സാറിൻ്റെ വീട്ടിൽ ഞാനും ശശിയും കൂടി പോയി കാണുന്നു. സാറും നോന്നൊരു വാക്ക് പറയാതെ സ്വീകരിക്കുക, വരിക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രമാണ് കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തും ഞാൻ നന്ദി പറയുന്നു. ശങ്കരൻകുട്ടി നായർ സാറ്, ശങ്കരൻകുട്ടി നായർ സാറിൻ്റെ അടുത്തും ഞാൻ ചെന്നെൻ്റെ പുസ്തകം കാണിക്കുമ്പോൾ അദ്ദേഹം ഒരു വാക്കും പറയുന്നില്ല. അദ്ദേഹവും പറയുന്നു, ഞാൻ വരാം. ഇന്നും ഞാൻ വിളിച്ചു പുള്ളിയെ. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങി വന്നേക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ വണ്ടി വിടാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട, ഞാനിങ്ങി വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഓട്ടോയിലേക്ക് കയറി വന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സാറിനോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പിന്നെ പ്രതാപൻ ചേട്ടാന്നല്ല ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിട്ടില്ല ഇന്ന് വരെ. പരിചയപ്പെട്ട ആ നിമിഷം മുതൽ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പിന്നെ പ്രിയ സുഹൃത്തായ ശശിശേഖരനെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശശിശേഖരനെ അറിയാം. ശശിശേഖർ പുസ്തകം പരിചയപ്പെടുത്തിയത് എന്നെപ്പോലും ഞെട്ടിച്ചിട്ടാണ്. ഇത് കാലങ്ങളെടുത്തിട്ട് ഞാൻ എഴുതി കൂട്ടിയാണെങ്കിലും ഞാനും പല എഴുതിയ സംഭവങ്ങളും വിട്ടുപോയിരുന്നു. ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കുന്നൊരു സ്വഭാവം എനിക്കില്ലായിരുന്നു. ഈ പുസ്തകം ഇപ്പോൾ പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ ശശി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് സംസാരിച്ചു ഈ പുസ്തകത്തെക്കുറിച്ച്. ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ 1-2 കാര്യം ഇന്ന് പുള്ളി വിട്ടുപോയി പറയാൻ നേരം. അത് ശരിക്കും ഫില്ല് ചെയ്ത് അദ്ദേഹമാണ്. അദ്ദേഹം അത് ആരും പറയാതെ തന്നെ അദ്ദേഹം അത് ഫില്ല് ചെയ്ത് പറഞ്ഞു. ശശിയെടുത്തും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പിന്നെ പ്രിയ സുഹൃത്തായ സംഗീതിൻ്റെ DTP സെൻറ്ററിലാണ് ഈ പുസ്തകം DTP ആദ്യമായിട്ട് എടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലേ ഔട്ട് ചെയ്യുന്നതല്ല. സംഗീതിൻ്റെ അടുത്തും നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളടുത്തും നന്ദി. യോഗം അവസാനിച്ചു. എല്ലാവർക്കും നന്ദി.